വാട്ട്സ് അപ്പ് ഗൈസ്? ശ്രീ ഹിയർ ഗൈസ്. ഒരുപാട് നാളായില്ല നമ്മൾ കണ്ടിട്ട്. ഒരുപാട് നാളായില്ല, എന്നാലും ചെറിയൊരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനിടയിലൊന്ന് ഒരു ലക്ഷദ്വീപ് പോകേണ്ടി വന്നു. കുറച്ച് നേച്ചറും കൾച്ചറും കാര്യങ്ങളൊക്കെ കാണാനും ചെയ്യാനും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ചെറിയ ട്രിപ്പ് നടത്തി. ഒരു തീർത്ഥാടനമൊന്നുമല്ല, ചുമ്മാ ഒരു എന്താ പറയുക, ഒരു സോളോ. ഒരു തഞ്ചാവൂർ പോയി, കുറേ അമ്പലങ്ങൾ കണ്ടു, കുറേ പള്ളികൾ കണ്ടു, കുറേ മോസ്കുകൾ കണ്ടു. പിന്നെ അതുവഴി പൂണ്ടി പോയി, തിരിച്ച് പളനി വന്നു. പളനിയിൽ നിന്ന് പിന്നെ അതും കണ്ടു. അതുവഴി ഇങ്ങ് വീട്ടിലെത്തി. സോ ഗൈസ്, എല്ലാരും കർമൻസിലൊക്കെ എന്താ കഴിഞ്ഞ വട്ടം അച്ഛനുള്ള പോഡ്കാസ്റ്റ് അടിപൊളിയെന്ന് പറഞ്ഞു. വിൽ ബി ബ്രിങ്ങിങ് ഹിം ബാക്ക്. ഈ ആഴ്ച അടുത്ത പോഡ്കാസ്റ്റ് പുള്ളിയായിട്ട് എടുക്കും. ദാറ്റ് വിൽ ബി ഓൺ മഹാഭാരത ടോണിൽ നമ്മൾ പോകും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് സ്പെസിഫിക് ആയിട്ട് യു ഹാവ് എൻ അജണ്ട, റൈറ്റ്? ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു, കുറച്ച് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആൾ. കാരണം നമ്മളുടെ കമൻസിലും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നല്ല എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ആളുകൾ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് നമ്മൾ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നു. ഇതുപോലുള്ള വേഗ കാര്യങ്ങൾ, നോവ ആരാണ്, ഏലിയൻസ് ആരാണ്, ദൈവങ്ങളാണോ ഏലിയൻസ്, ദൈവം ഉണ്ടോ ഇല്ലയോ, അങ്ങനെ അടിപൊളിയായി. പലരും എനിക്ക് എന്താ പറയുന്നത്, കമ്മ്യൂണിറ്റിയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ അതൊന്ന് കൺട്രോൾ ചെയ്യും, നിങ്ങളിതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. ഗൈസ്, അമ്മയും അച്ഛനെയും തെറി വിളിക്കാത്തടത്തോളം, മതപരമായി കൊല്ലും തിന്നും എന്ന് പറയാത്തടത്തോളം കാരണം ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. യു ക്യാൻ ടോക്ക് അബൌട്ട് ടാബു തിങ്സ്. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള 100-300 പേരടുപ്പിച്ചായി. അവരെല്ലാവരും നല്ല ഇൻ്റലക്ച്വൽസ് ആണ്. സത്യം, ഇന്റലക്ച്വൽസ് ആണ്. ഒരു ജോലിയും കൂലി ഇല്ലാതിരിക്കുന്നവരല്ല. അവരെല്ലാം നല്ല ആളുകളും നല്ല വിവരമുള്ള അവരുടേതായ രീതിയിൽ വളർന്ന ആളുകളുമാണ്. ഇപ്പം നമ്മളവിടെ ഹിന്ദു വേഴ്സസ് മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻ വേഴ്സസ് ഹിന്ദുസ് ആയാലും ഡിബേറ്റ് നടക്കുമ്പോൾ കാണികൾക്ക് എന്തോരം അറിവുകൾ കിട്ടുമെന്നറിയാമോ? അപ്പോൾ അവിടെ വഴക്ക് നടക്കുന്നില്ല, അവിടെ ഡിബേറ്റ് നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ. ഇതുവരെ ഒരു പരിധി വിട്ട് എങ്ങും പോയിട്ടില്ല, ഇനിയും പോകത്തില്ല. പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചുകൊണ്ടുവരും. അത് നമുക്ക് ഇന്ന് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ചെറിയൊരു സ്പാർക്ക് എനിക്ക് കിട്ടി. ആ സ്പാർക്കിനകത്ത് കണ്ടെന്ന് പറയുമ്പം ഇന്തോനേഷ്യയിൽ ഒരുപാട് രാമായണം കൾച്ചറൊക്കെ ഉള്ള റിട്ടൺ എവിഡൻസസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇറ്റ് ഗോട്ട് മീ ഹുക്ഡ്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് കുറച്ച് ഗൂഗിളിലും ഡീപ്പ് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ഇന്തോനേഷ്യയിൽ ഒരു പ്രത്യേക വില്ലേജ് ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു വില്ലേജ് അല്ലെ, ഒരു എന്താ പറയണ, ഒരു കൾട്ടാ. ആ കൾട്ടിൻ്റെ ഇടയിൽ ഇറ്റ്സ് മുസ്ലിം ബേസ്ഡ് കൾട്ട്, മുസ്ലിം മെജോറിറ്റി തന്നെ ഉള്ളൊരു കൾച്ചറാണ്. പക്ഷെ ഹൗവർ അവരുടെ കഥകളും ആ കൾച്ചറിനകത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം ക്യാരക്ടേഴ്സ് സീത, രാമൻ, മുസ്ലിംസിന്റെ കഥ ഇത്. അങ്ങനെയുള്ള അടുത്ത കഥ സീത, രാമൻ കാട്ടിൽ കൊണ്ടുപോകുന്നു, വില്ലൻ മറ്റേ രാവണൻ, സെയിം എക്സാക്ട് സ്റ്റോറി. പക്ഷെ അതിനകത്ത് ഡീപ്പറായിട്ട് പഠിക്കുമ്പം ഈ ഇസ്ലാമിൻ്റെതായ ടീച്ചിങ്സ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ടോ, സിംഗിൾ ഗോഡ് വേർഷിപ്പും അതേപോലെ അവരുടെ ഇസ്ലാം ഇപ്പം പ്രോഫിറ്റിന്റെ ഒരു ഉപദേശത്തിന്റെ ഒക്കെ കണക്ക് സാധനങ്ങൾ നടുക്ക് കയറി വരുന്നുണ്ട്. ബാക്കിയുള്ളിടത്തോളം കാര്യങ്ങളെല്ലാം ഡിറ്റോ കഥയാണ്. ഗൈസ്, ദീസ് ആർ ഹാപ്പനിങ്. എന്താ പറയുന്നത്, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള കോണ്ടിനെൻസിലാണ് ഇതേ കഥ വരുന്നത്, ഒരേ കഥ. ഇത് രാമൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ള ചോദ്യം ഒന്നും നിങ്ങൾ ചോദിക്കേണ്ട. പുള്ളിക്ക് മതമൊന്നും ഇല്ലായിരുന്നു, പുള്ളി ഇതൊന്നും. പക്ഷേ ഇങ്ങനെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ജീവിച്ചിരുന്നു, ഇത് സംഭവിച്ചിരുന്നു എന്നുള്ള പറയുന്ന കുറേ തെളിവുകളുണ്ട്. നമ്മളിപ്പോഴും രാമായണം എന്ന് പറയുന്നത് വെറും ഒരു മിത്തോളജിയാണ്. കാരണം ഞാനിത് ഇന്നിവിടെ ചെയ്യാൻ കാരണം മിസ്റ്റർ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി മതേതരം എല്ലാ സെക്കുലാരിസവും എല്ലാം പറഞ്ഞിട്ട് എല്ലാ മതത്തിൻ്റെ റാലിക്കും പോവും, എല്ലാം ചെയ്യും. പക്ഷേ പുള്ളി പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, രാമ ഈസ് എ ഇമാജിനറി ക്യാരക്ടർ, പുള്ളിക്ക് എന്തിനാണ് അമ്പലം? അപ്പം അങ്ങനെ പറഞ്ഞ ആൾക്ക് വേണ്ടി ചെറിയൊരു മറുപടി. പുള്ളി ഇത് കാണുമെന്നോ കാണണ്ടാതൊന്നും അല്ല,
ആളുകളെ പറഞ്ഞ് തെറ്റിപിരിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള മിസ്ഇൻഫർമേഷൻ ആളുകൾക്ക് എതിരെയുള്ള ഒരു ചെറിയത് കുറച്ച് തെളിവുകൾ. ഞാൻ അതിനൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ChatGPT അടുത്ത് കോൺവെർസേഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്യുമല്ലോ. നമ്മൾ ബിൽഡ് ചെയ്ത് ഈ രാമായണത്തിന്റെ കഥയും എന്തുകൊണ്ടായി, എത്ര BC-യിലായി രാമായണത്തെ, ഈ അവിടുത്തെ ഹിസ്റ്റോറിക് റിലിക്സും കഥകളും ഒക്കെ എന്ന് ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല. വേറൊരു സാധനം എന്ന് വെച്ചാൽ എന്താ പറയണ, അത് പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിൽ സംസാരിക്കും. അതെ പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതി. അതുപോലെ തന്നെ ഞങ്ങളിപ്പം എവിഡൻസസിന്റെ കാര്യം പറഞ്ഞു വന്നപ്പം ഞാനും ChatGPT ഇറങ്ങി ഒരു ഡിബേറ്റിന്റെ കണക്ക് പോകും. അപ്പൊ ഗൈസ്, ഇഫ് യു വോണ്ട് ടു ഹാവ് എ ലെജിറ്റ് കോൺവെർസേഷൻ വിത്ത് ChatGPT, നിങ്ങളൊരു സൈഡ് പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സൈഡാ പിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിവ് കുറവുള്ള സൈഡ് പിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ആയിട്ട് സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ChatGPT അടുത്ത് തർക്കിക്കുമായിരുന്നു രാമായണം ഇസ് എ ഫേക്ക് സ്റ്റോറി അങ്ങനത്തെ. പക്ഷെ മൈ എൻഡ് ഗോൾ ഈസ് എനിക്ക് കൂടുതൽ എവിഡൻസ്. അപ്പൊ നീ തെറ്റാന്ന് പറയാൻ വേണ്ടി ChatGPT will provide evidence. That's the best way to have a conversation. Okay, ChatGPT കളിപ്പിക്കുക ഗൈസ്. അങ്ങനെ ChatGPT വന്നപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് എവിഡൻസും ഈ ലങ്ക ഇന്ത്യ ബ്രിഡ്ജിന്റെ ഒക്കെ എവിഡൻസും ആർക്കിയോളജിക്കൽ സാധനങ്ങളും ഒക്കെ തന്നെനിക്ക്. അങ്ങനെ സംസാരിക്കുമ്പോഴേ ഇച്ചിരി കൂടെ എന്താ പറയണ കണ്ടൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. വിതുരയിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്. അയോധ്യനെ ഇത്ര ഡേറ്റിങ്ങിനെ കുറിച്ചും കാർബൺ ഡേറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയ എവിഡൻസ്. പിന്നെ പാലം കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇവിടെ റിലീജിയസ് ടോക്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ ഇതുപോലത്തെ ഫാക്ട്സ് ഡേറ്റാസ് ഒന്നും നമ്മൾ ചുമ്മാ സംസാരിക്കുന്നതല്ല എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. അതാണ് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് എല്ലാവർക്കും തരത്തില്ല. നമ്മളത് തേടിപ്പോണം. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ പറയാം. നിങ്ങൾക്ക് പലർക്കും രാമായണം എന്ന് കേൾക്കുമ്പോൾ ഒരു ഹിന്ദു മിത്തോളജി എന്നുള്ളൊരു ഇതുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ് അല്ലേ? എനിക്ക് പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എങ്ങനെയില്ല. എന്താണ് അത് യഥാർത്ഥത്തിൽ? ഈസ് ദാറ്റ് എ ഹിന്ദു എപ്പിക്? നോ, ഐ ബിലീവ് ഇറ്റ്സ് എ ഹിസ്റ്ററി സ്റ്റോറി. യെസ്, ദാറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പ്ലേസ് കോൾഡ് ഹിന്ദ്. ഹിന്ദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു കഥയാണ്. ആ ഭാരതം എന്ന സ്ഥലത്ത് അത് കഴിഞ്ഞ് 10-14,000 വർഷങ്ങളായിട്ട് ആളുകൾ ജീവിച്ചു വന്നപ്പോൾ ഹിന്ദ് ആളുകൾ മനസ്സിൽ കൊണ്ട് നടന്ന കഥയായതുകൊണ്ടാണ് അത് ഹിന്ദ് ആളുകളുടെ കഥയായത്. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും കഥയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എന്ന് അവിടെ പഠിപ്പിക്കുന്നു, രാമനില്ല എന്ന് പള്ളി പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഓക്കെയാണ്, ഇതെല്ലാം ശരിയാണ്, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഇല്ല എന്ന് നമ്മൾ ഒരാൾ പറഞ്ഞിട്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളിതൊന്നും ചെന്ന് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നതാണ്. എക്സാക്ട്ലി അതേ നമ്മളും ചെയ്തോളൂ. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ, രാമൻ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ബുക്കിൽ അല്ലെങ്കിൽ ആ കവിതയിലൂടെ അല്ലെങ്കിൽ ആ കഥയിലൂടെ പാസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ അയലക്കാരനെ അതൊന്നുമല്ല, കുറച്ച് സയൻസ് നമ്മളുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ അതേ ചെയ്യൂ. നമ്മൾ ആ കവിതയിൽ നിന്നുള്ള സയൻസ്, നമ്മൾ ആ കവിതയിൽ നിന്നുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ ഇടുകയാണ്. സോ യു ഗൈസ് ആർ ദി ജഡ്ജ്. ഞങ്ങളിപ്പോൾ വി ഹോപ്പ് വി ആർ റോങ്. യെസ്, നമ്മൾ പറയുന്നതൊക്കെ തെറ്റായിരിക്കും നമ്മൾ ഹോപ്പ് ചെയ്യാണ്. ബിക്കോസ് യു നോ, അതെ, എവിഡൻസസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര അബ്സേർഡ് ഐഡിയാസ് ആവും. സോ ബ്ലെസ് us. ഗൈസ്, അപ്പോൾ പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ രാമായണം എന്ന് പറയുന്ന ഒരു എപ്പിക്ക് പോകുന്നത് പോലെ തന്നെ വേറെ കുറച്ച് വാക്കുകളുമുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും കുമാരികാണ്ഡം എന്ന്. കുമാരികാണ്ഡത്തിനെ പറ്റി നിനക്ക് എന്തെങ്കിലും ഒരു ഇൻഫറൻസ് അറിയുമോ? കുമാരികാണ്ഡത്തിനെ കുറിച്ച് ഇൻഫറൻസ് പറയുമ്പോൾ ഇന്ന് ഞങ്ങളുടെ രാമായണത്തിൽ തുടങ്ങിയ കോൺവെർസേഷനുള്ള വഴക്ക് കണ്ട് എത്തിത്തീർന്നത് കുമാരികാണ്ഡവും ഹംപിയും തമ്മിൽ ഒരുപാട് എവിഡൻസ് ഉണ്ടെന്ന്. അതെന്താ ഹംപി ആയിട്ടുള്ള? ഹംപിയായിട്ട് അവിടുത്തെ ഒരുപാട് സ്ക്രിപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കുമാരികാണ്ഡം റിലേറ്റഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നത് കുമാരികാണ്ഡം എന്താണ്, അതുപോലെ തന്നെ വേറെ നിങ്ങൾ കേൾക്കാൻ വഴിയില്ലാത്തൊരു വാക്കാണ് സുന്ദലാൻഡ്. സുന്ദലാൻഡ്. അതുപോലെ തന്നെ കേൾക്കാൻ വഴിയില്ലാത്ത ലാൻഡാണ് ലെമൂറിയ. ഇതുപോലെ തന്നെ കേൾക്കാൻ വഴിയില്ലാത്ത വേറൊരു ലാൻഡ് മൗറീഷ്യ. ഇത് ഈ കുറേ ലാൻഡുകൾ മിത്തോളജിയാണ്, ഹിസ്റ്ററിയാണ് എന്നൊക്കെ ഭയങ്കര ഡിബേറ്റ് നടക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് എൻട്രി ചെയ്യാം. ഈ രാമായണത്തിൽ ഏകദേശം 600 ആസ്ട്രോണോമിക്കൽ റെഫറൻസുകളുണ്ട്.
600 ആസ്ട്രോണോമിക്കൽ റെഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ റെഫറൻസ് ഇപ്പോൾ നമ്മൾ പറയാണ് എന്താ ചന്ദ്രൻ മറ്റേ അയാൾ പറയുന്ന പോലെ അല്ല കേട്ടോ, ചന്ദ്രൻ ജ്യോതിയിൽ അതല്ല, മറ്റേ ഹിരണ്യഗർഭത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൻ്റെ ഇതെടുത്തിട്ട് ആ പ്ലാനറ്റ് ഇന്ന് വീനസിൻ്റെ കൂടെയാണ്, ആ വീനസിൻ്റെ കൂടെയുള്ള പ്ലാനറ്റ് മാർസിൻ്റെ അടുത്ത് ഇത്ര ദൂരത്തിലാണ്, ചന്ദ്രൻ പകുതിയേ ഉള്ളൂ എന്ന് കാവ്യാത്മകമായിട്ട് പറയുകയാണ്. അപ്പോൾ പക്ഷേ ഈ സാധനങ്ങൾ എല്ലാം ഇത് കവിതയായിട്ട് വായിച്ച് നമ്മൾ പോയി നീലേഷ് ഓക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. നീലേഷ് ഓക്കിനെ പറ്റി നിങ്ങൾ റിസർച്ച് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറയുന്ന സാധനത്തിനെ വെളിയിലോട്ട് കൊണ്ടുവരാൻ നടക്കുന്ന ഒരു ലണ്ടനിലൊക്കെ പോയി, പുള്ളി ലണ്ടനിലും പുള്ളി എല്ലായിടത്തും പോയി ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്തു, ഫുൾ ടൈം ഇതാ പരിപാടി. മറ്റേ IIT മച്ചാനാണോ? IIT മച്ചാനാന്ന് തോന്നുന്നു. പുള്ളി IIT ആയിരിക്കണം, കാരണം ഹീ ഈസ് വൺ ഓഫ് ദി ബ്രൈറ്റസ്റ്റ് മൈൻഡ് വി ഹാവ് ഇൻ ഇന്ത്യ റൈറ്റ് നൗ. അപ്പോൾ ഇതുപോലെ 600 റെഫറൻസുകളുണ്ട്. എക്ലിപ്സുകളെ പറ്റി പറയുന്നുണ്ട്, സ്റ്റാർസുകളെ പറ്റി പറയുന്നുണ്ട്, ചന്ദ്രനെ പറ്റി, പ്ലാനറ്റ്സിനെ പറ്റി, ഇതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ എല്ലാം എടുത്ത് നമ്മുടെ രാജ്യത്തിൽ ഈ ഒരു അന്വേഷണം തുടങ്ങി വെച്ച ആളാണ് നീലേഷ് ഓക്ക്. നീലേഷ് ഓക്കിൻ്റെ ഐഡിയയിലൂടെ ഇനി ഒരു 1000 വർഷം ഈ റിസർച്ച് മുന്നോട്ട് പോകും. പുള്ളി ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിയുടെ ഒരു ടോക്ക് നിങ്ങൾ ചുമ്മാ എങ്കിലും കേൾക്കണം. യാ, അപ്പോൾ മച്ചാനൊക്കെ ഒരു ദിവസം പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്ന സീനായിരിക്കും. മച്ചാനെ നമ്മളുടെ അയാൾ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ബിയർ ബൈസെപ്സ് ഇല്ലേ, കൊണ്ടുവന്നിട്ട്. പക്ഷെ ബിയർ ബൈസെപ്സിന് താങ്ങാൻ പറ്റില്ല. ബിയർ ബൈസെപ്സിന് ഇൻഫർമേഷൻ ഓവർലോഡായി. പുള്ളി വെറുതെ മിണ്ടാതിരിക്കുക. സീനായിരിക്കും. യാ, അപ്പോൾ നിങ്ങൾ പറയും ഈ ചന്ദ്രൻ അവിടെയാണ്, ഇത് ഇവിടെയാണ് എന്നൊക്കെ ചുമ്മാ എഴുതി വെച്ചുകൂടെ, നമ്മളുടെ കവിതയിലും ഇല്ലേ പൂർണ്ണചന്ദ്രൻ്റെ മുഖം നോക്കൂ വെളുത്തിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ സൂര്യസിദ്ധാന്ത എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. സൂര്യസിദ്ധാന്തയിൽ ഒരു സോളാർ ഇയർ, ഒരു സൂര്യയുഗം എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ദിവസം എന്നറിയാമോ? 365 ദിവസം 6 മണിക്കൂർ 12 മിനിറ്റ് 36 സെക്കൻഡ്. പ്രിസിഷൻ. അതേപോലെ തന്നെ നാസ ഒരു സോളാർ ഇയർ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ അതിലെഴുതി വെച്ച് വെക്കുന്നത് 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. ഇനിയും സൂര്യസിദ്ധാന്ത എന്ന് പറയുന്ന സൂര്യൻ ചുറ്റും ഭൂമി കറങ്ങാൻ എടുക്കുന്ന സമയമാണ്. ഇത് നമ്മൾ മാപ്പ് ചെയ്ത് റെക്കോർഡിക്കലായിട്ട് സൂര്യൻ്റെ സയൻസ് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് എത്ര വർഷമായെന്നറിയോ? ക്യാൻ യു ഗെസ്? നാസ ഇത് കണ്ടുപിടിച്ചിട്ട് ഇറ്റ്സ് ബീയിങ് ഡൺ ഒരു 50 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 70 വർഷമായി കാണും. സൂര്യസിദ്ധാന്തം എഴുതിയിട്ട് എത്ര വർഷമായെന്നറിയാവോ? 500 years. മോഡേൺ സയൻസ് ഇൻക്ലൂഡിങ് നാസ പറയുന്നത് ലാസ്റ്റ് വെച്ചേക്കുന്ന ആ ബുക്ക് കാർബൺ ഡേറ്റ് ചെയ്തേക്കുന്നത് ദാറ്റ് ഈസ് 1800 years old. ഇതിനെ കുറിച്ച് കേൾക്കുമ്പം ന്യൂ ലിസണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അബ്സർഡ് ഐഡിയ കിട്ടും തോന്നുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഐ ആം 100% ഓൺ ദ ബിലീഫ് ദാറ്റ് ഒരു ഹയർ നോളജ് ഉള്ള ഒരു സിവിലൈസേഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ആ സിവിലൈസേഷനെ പറ്റിയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സിവിലൈസേഷൻ സംഹോട്ട് ഗോട്ട് ഡിസ്ട്രോയിഡ് എന്തോ അതെനിക്കറിയത്തില്ല. എന്താണെന്നും ഈ പോഡ്കാസ്റ്റിന്റെ അവസാനം ഞാൻ പറയും. എന്താ സംഭവിച്ചെന്നുള്ളത് സയന്റിഫിക് ആയിട്ട് നടന്ന് പറയും. അപ്പോൾ ആ സൂര്യസിദ്ധാന്തം നമ്മൾ ഹിന്ദു മിത്തോളജി വെച്ച് ആ ബുക്കിൻ്റെ പേര് 2000, 3000, 4000 വർഷങ്ങളുള്ള വേറെ ബുക്കുകളിലും പറഞ്ഞിട്ടുണ്ട്, സൂര്യസിദ്ധാന്ത വെച്ച് നോക്കുമ്പോൾ എന്ന്. മനസ്സിലായോ? അപ്പോൾ സൂര്യസിദ്ധാന്തയെ യഥാർത്ഥത്തിൽ ഡേറ്റ് ചെയ്തേക്കുന്നത് ടു ദി ഡേറ്റ് ഓഫ് 10 to 20,000 years ago ആണ് ഇത് റിട്ടേൺ ചെയ്തേക്കുന്നത്. 10 to 20,000 years ago. Nice. മോഡേൺ ഹിസ്റ്ററി അനുസരിച്ച്, മോഡേൺ മെയിൻ സ്ട്രീം സയൻസ് അനുസരിച്ച് ഭൂമി ഉണ്ടായിട്ട് 6000 വർഷമായെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ബൈബിളിൽ. അപ്പോൾ അതിനെ മറ്റും തകർത്തോണ്ടുള്ളൊരു ക്ലെയിമാണ്. അപ്പോൾ അതിനെപ്പറ്റി പോവാം. ഇനിയും എന്താ പറയുന്നത്, ഇതുപോലെ തന്നെ രാമായണത്തിൽ വേറൊരു ഇതുണ്ട്. ഈ രാമായണത്തിൻ്റെ കുറച്ച് വാക്കുകൾ എടുത്ത് ഞാൻ പറയുകയാണ്. ഇപ്പം പറഞ്ഞ ഈ ഡേയ്സിൻ്റെ കണക്ക്, അതുപോലെ തന്നെ വേറൊരു കണക്കാണ്. ഈ രാമായണം ഫുൾ ഫേക്കാണ് എന്ന് പറയുമ്പോൾ ശരിയായിരിക്കാം, ഫേക്ക് ആവാം, പക്ഷെ അതിനകത്തുള്ള വേറൊരു കണക്കാണ്.
കിഷ്കിണ്ട കാണ്ഡം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ വാറാണ്, കാട്ടിനകത്തുള്ള സമയമാണ്. അപ്പം അതിനകത്ത് സീതയെ കാണാതെ പോകും. സീതയെ കാണാതെ പോകുമ്പോൾ ഹനുമാനും ഇവരെല്ലാം കൂടെ സീതയെ തപ്പി ലങ്ക എന്ന് പറയുന്ന ഒരു സദേൺ സ്ഥലമുണ്ട്. ഹംപിയിലാണ് അവർ നിൽക്കുന്നത്. ഹംപി എന്ന് പറയുമ്പോൾ കിഷ്കിന്ത എന്നാണ് അവർ പറയുന്നത്. മോഡേൺ ഡേ ഹംപി. ഈ മോഡേൺ ഡേ ഹംപിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം ഹംപിയിൽ നിന്ന് അവൻ പറയും കടലിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ലങ്ക ഉണ്ടെന്ന്. അപ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഹനുമാൻ രാമനോടൊരു വാക്ക് പറയും, യോജനം സതം പഞ്ചഗൃഹ്യ തിഷ്ടാമി മെഡീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷാൽ ലീപ്പ് അക്രോസ് 100 യോജനാസ് ടു റീച്ച് ലങ്ക. യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.8 എന്ന് പറഞ്ഞാൽ 9, 10, 11, 12, 13 ഈ 5 കിലോമീറ്ററിൻ്റെ ഏതെങ്കിലും ഒരു കണക്കാണ്. സോ എല്ലാ റിസർച്ചേഴ്സും കണ്ടുപിടിച്ചേക്കുന്നത് 1 യോജന ഈസ് 12.8 കിലോമീറ്റേഴ്സ്. അന്ന് വേറെ സ്കെയിലായിരുന്നു. അപ്പം ഹനുമാൻ എഴുതി വെച്ചേക്കുകയാണ്, ഹംപിയിൽ നിന്ന് എനിക്ക് 100 യോജന ചാടണം ലങ്കയിലെത്താൻ. 1280 കിലോമീറ്റർ. നീലേഷോക്ക് ഹംപിയിൽ പോയി. ഹി ഡിഡ് ദ മാത്ത്. കറക്റ്റ് ആണോ? യു നോ ഹൗ മച്ച് കിലോമീറ്റർ ഈസ് ഫ്രം ഹംപി ടു ശ്രീലങ്കാസ് നോർത്തേൺ. ശ്രീലങ്ക എത്താൻ എന്നാണ്, ശ്രീലങ്ക ഇവിടെ ആണെങ്കിൽ നോർത്തിലെത്താൻ 1300. 20 കിലോമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വെള്ളം കയറിപ്പോയതാവാം, മേ ബി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ബുക്കിനകത്തുണ്ട്. ദാറ്റ് ഈസ് വെരി ഫാസിനേറ്റിംഗ്. എന്ന് പറഞ്ഞാൽ കിഷ്കിന്ദ കാണ്ഡമാണോ കുണ്ടലി കാണ്ഡത്തിന്റെ മറ്റേതിന്റെ ക്യാപിറ്റല്? അല്ല, കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞാൽ രാമായണം എന്ന് പറഞ്ഞ ബുക്കിലെ ഒരു ചാപ്റ്റർ ആണ്. ഞാൻ ഉദ്ദേശിച്ച കിഷ്കിന്ദ എന്ന് പറഞ്ഞാൽ ഹംപി എന്ന് പറയുന്നത് മറ്റേ ഇതിന്റെ ക്യാപിറ്റൽ ആണോ? ആവാം, എനിക്ക് ഉറപ്പില്ല. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഡിബേറ്റ് ഇങ്ങനെ പോയത്. അപ്പോൾ ഈ യോജന, ഈ കാര്യങ്ങൾ, കണക്കുകളെല്ലാം കറക്റ്റാണ്. അങ്ങനെ നീലേഷോക്കും ലോകത്തുള്ള ബാക്കിയുള്ള സയൻറ്റിസ്റ്റുകളും എല്ലാം കൂടി ഈ 10-600 ആസ്ട്രോണോമിക്കൽ റെഫറൻസുകൾ എടുത്ത് ഈ യുദ്ധം നടന്ന സമയം ഡേറ്റ് ചെയ്തു. യുദ്ധം നടന്ന സമയം ഡേറ്റ് 600 റെഫറൻസുകളിൽ 600 എണ്ണവും ഒരു വർഷത്തിലേക്കാണ് പോകുന്നത്. ക്യാൻ യു ബിലീവ് ഇറ്റ് ഗൈസ്? എങ്ങനെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് മോഡേൺ സയൻസിന് ടെക്നോളജി ഉണ്ട്. സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന, നമുക്ക് ഇപ്പം എനിക്കും നിങ്ങൾക്കും ഇവനും സ്റ്റെല്ലേറിയം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് വരും. എന്ന് പറഞ്ഞാൽ ഇന്ന സ്റ്റാറുകൾ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാർ ഇന്ന സ്ഥലത്ത് കറങ്ങി എത്താൻ എത്ര വർഷം എടുക്കും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, സമയം കാൽക്കുലേറ്റ് ചെയ്യാം, കോമ്പ്യൂട്ടേഷൻ അത് കോമ്പ്യൂട്ട് ചെയ്യാം മുന്നോട്ട്. അതുപോലെ തന്നെ ഇന്ന സ്റ്റാർ നമ്മൾ ഇവിടെ വെച്ച് കൊടുത്താൽ അത് ഏത് വർഷമായിരുന്നു അവിടെ എന്നുള്ളതും നമുക്ക് കോമ്പ്യൂട്ട് ചെയ്യാം. അങ്ങനെ 600-ൽ പരം സ്റ്റാറുകൾ വെച്ച് കൊടുക്കുമ്പോൾ 600 തവണയും അല്ലെങ്കിൽ പോട്ടെ 580 തവണയും ഒരേ വർഷമാണ് വരുന്നത്. 12,209 BC. Okay. What is the specialty? വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധം നടക്കുന്നത് പൂർണ്ണചന്ദ്രൻ്റെ മറവിൽ നിന്ന് വീനസ് അവിടെ നിൽക്കുന്നു, ശുക്രൻ അവിടെ വലത് ശുക്രൻ എന്താ പറയുന്ന വേറൊരു കോൺസ്റ്റലേഷൻ്റെ അവിടെ നിന്ന് തുറിച്ചു നോക്കുന്നു എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അത് ഡേറ്റ് ചെയ്യുമ്പം 12,209 BCE. അതേപോലെ തന്നെ സീത 2 വർഷം മുന്നേ കുളിക്കാൻ പോവുക. സീത കുളിക്കാൻ പോകുമ്പോൾ അർദ്ധചന്ദ്രൻ ശുക്രനെ നോക്കി ചിരിക്കുന്നു. ശുക്രൻ ചന്ദ്രൻ്റെ അല്ലെങ്കിൽ മാർസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നു സീതയെ. ആ കോൺസ്റ്റലേഷൻ എടുക്കുമ്പോഴും 12,209 വരെ 102 2 വർഷം മുന്നേ ആയിരുന്നല്ലോ. 12,200 BCE എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്മിങ് 600 times. Okay. That is not a coincidence. One time is coincidence. ഇതൊക്കെ ആരെ പൊക്കിക്കൊണ്ടുവന്ന്? നീലേഷോക്ക്. അത് ഇച്ചിരി ഡെഡ്ലി. നീലേഷോക്ക് സർ സീൻ. അപ്പോൾ 1 time is coincidence. 2 times is coincidence. 5 times is an accident. 10 times is precision. 100 times is surety. Planned precision. എന്ന് പറഞ്ഞാൽ അവർ ഡേറ്റ മുന്നോട്ട് നൽകുകയായിരുന്നു. മേ ബി ദാറ്റ് ഈസ് ഹൗ ദേ റോട്ട് ഡേറ്റ്സ്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന 5/3/2025 എന്നുള്ളൊരു കണക്ക് നമ്മൾ മരിച്ചുപോയി, ഫ്ലഡ് വന്ന് ചത്തുപോയി കഴിഞ്ഞ്
ഒരു 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളടുത്ത് എടുത്ത് വായിക്കുമ്പോൾ ഇതെന്ത് കുരു എന്ന് അവൻ പറയും. മനസ്സിലായി. അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് പോലും മനസ്സിലാവാൻ പറ്റാത്ത ആളുകൾക്ക് പോലും മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം സ്കെയിൽ അവരന്ന് കണ്ടുപിടിച്ചു. ബിക്കോസ് an alignment of a star will be there for 1 exact second in the whole universe. മനസ്സിലായോ? ആ ഒരു സ്റ്റാർ അടുത്ത സെക്കൻഡിലായാൽ പിന്നെ അത് സംഭവിക്കില്ല. വേറെ പേരില്ല, വേറെ കണക്കാ. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡെപ്ത് ആണ്. സോ ദേ വെയർ ഹൈലി അഡ്വാൻസ്. അവർക്ക് മനസ്സിലായി പേപ്പറും കഥയും കണക്കും കാര്യങ്ങളും എല്ലാം നശിക്കാൻ പറ്റാത്ത മനുഷ്യനെ കാണുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ദേ വെയർ മാപ്പിംഗ് ദ സ്റ്റാർസ്. ഇതിന്റെ ഏറ്റവും വലിയ റെലവൻസ് എന്ന് പറയുമോ, ഈജിപ്ഷ്യൻ അല്ലേ സുമേരിയൻസ്, അവിടെ എടുത്തു നോക്കുമ്പോൾ ഏതൊരു സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലും ഏതൊരു ഈ ടൂംസ് ഉണ്ടല്ലോ, ടൂംസിനകത്ത് ഈ ഭയങ്കര വലിയ ആൾക്കാരൊക്കെ മമ്മിഫൈ ചെയ്യത്തില്ലേ, അവരെയും ഡേറ്റ് ചെയ്യുന്ന ഇതേപോലെ സണ്ണും കുറെ അവരുടെ ഈ സാധനങ്ങൾ ഇത് വരച്ച് വെച്ചിട്ട് എല്ലാത്തിന്റെ പൊസിഷൻസ് കറക്റ്റ് ചെയ്ത് വെക്കും, അവരുടെ പടം വരച്ചു വെക്കും. അതെ. ഡേറ്റും കാര്യങ്ങളും ഒന്നുമില്ല, സെലസ്റ്റിയൽ ബോഡീസും ഒക്കെ നമുക്ക് ജഡ്ജ് ചെയ്യണം. അതിന് ഞാനൊരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് എളുപ്പത്തിൽ വായിച്ചു തരാൻ പറ്റുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത കൂടുതലുള്ള അഗസ്ത്യരെ ഭൂമിയുടെ അഗസ്ത്യരെ ഇന്ത്യയുടെ ഏറ്റവും താഴെ പോയി നിന്നാലേ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ കാണാൻ പറ്റത്തുള്ളായിരുന്നു എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അഗസ്ത്യർ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണ്. അഗസ്ത്യ ഈസ് എ കോൺസ്റ്റലേഷൻ ഓർ ഇറ്റ്സ് എ സ്റ്റാർ സിസ്റ്റം. അഗസ്ത്യറിനെ മനസ്സിലായി. അപ്പൊ അഗസ്ത്യരെ കാണണമെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും സദേൺ പോയിന്റിൽ പോയി നിന്നാലേ അന്ന് കാണാൻ പറ്റത്തുള്ളൂ യുദ്ധം തുടങ്ങുമ്പോൾ. സോ ദേ വർ ക്ലിയർലി നോട്ടിങ് ദാറ്റ് യുദ്ധം തുടങ്ങുമ്പോൾ അഗസ്ത്യർ ഇന്ത്യയുടെ സൗത്ത് എൻഡിൽ പോയി നിന്നാലേ ഹൊറൈസണിൽ കാണാൻ പറ്റൂ. അങ്ങനെ നീലേശൊക്കെ ഒന്നും കൂടെ പോയി അഗസ്ത്യറിനെ നമ്മളുടെ പൊസിഷൻ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇന്ത്യയുടെ സദേൺ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അഗസ്ത്യറിനെ എടുത്ത് ഹൊറൈസണിൽ വെച്ചു. യു നോ വാട്ട് ദ ഇയർ കെയിം അപ്പ്? 2209 BCE. 12,209 BCE. See, നിങ്ങൾക്കിത് എടുത്ത് കണക്ക് എടുത്ത് നിങ്ങൾക്ക് നോക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റെല്ലേറിയം ഫേക്ക് ആണോ എന്ന് വിചാരിച്ചു. കാരണം അത്ര പ്രിസിഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇതേപോലുള്ളൊരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ അടുത്തൊരു തെളിവ് വരുന്നതാണ്. ആര്യഭാരതീയയും സൂര്യസിദ്ധാന്തയിലും ലങ്ക അല്ലെങ്കിൽ അന്ന് യുദ്ധം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ലങ്ക എന്ന് പറയുന്നതിൻ്റെ ലൊക്കേഷൻ പ്രിസൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. ലങ്കയുടെ ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത് അവർ 0 ലാറ്റിറ്റ്യൂഡ് ആൻഡ് 0 ലോഞ്ചിറ്റ്യൂഡിലാണെന്നാണ് രാമായണത്തിൽ എഴുതി വെച്ചേക്കുന്നത്. 0 ലാറ്റിറ്റ്യൂഡും 0 ലോഞ്ചിറ്റ്യൂഡും. അങ്ങനെ നമ്മൾ മഹാഭാരതത്തിൽ അല്ലെങ്കിൽ രാമായണത്തിലെ ഇത് വെച്ച് ലങ്കയെ ഡിറ്റക്റ്റ് ചെയ്യാൻ പോയി. ലങ്കയെ ഡിറ്റക്റ്റ് ചെയ്ത് 0 ലാറ്റിറ്റ്യൂഡ് 0 ലോഞ്ചിറ്റ്യൂഡ് പോയിന്റ് എടുത്ത് നോക്കിയപ്പോൾ അത് ആഫ്രിക്കയുടെ സൈഡിലാണ്. അത് ആഫ്രിക്കയുടെ കോസ്റ്റിൽ കുറച്ച് ലെഫ്റ്റായിട്ട് കിടക്കുക. അപ്പം ഇറ്റ്സ് എ ഫേക്ക് സ്റ്റോറി. കാരണം ലങ്ക നമ്മൾ എവിടെയാണ് പറഞ്ഞേക്കുന്നത്? ശ്രീലങ്കയിലാണ്. അല്ലെങ്കിൽ ശ്രീലങ്കയുടെ താഴോട്ട് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ലേ? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബട്ട് ഹൗ ക്യാൻ രാമ ബിൽഡ് എന്താ പറയുക ബ്രിഡ്ജ് ഫ്രം ഇന്ത്യ ടു സൗത്ത് ആഫ്രിക്ക? അതും സൗത്ത് ആഫ്രിക്കയുടെ അപ്പുറത്തെ സൈഡിൽ. പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കാണിക്കാൻ ഞാൻ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി പിക്കിടും. അപ്പോൾ അവിടെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം ഓക്കെ, രാമായണം മിത്തോളജി കളഞ്ഞോളൂ, ഈ 600 എണ്ണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഭാരതീയ സംസ്കാരം വെച്ച് കഴിഞ്ഞ 10,000 വർഷങ്ങളും അല്ലെങ്കിൽ അതിനു മുന്നുമായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ 00 എന്ന് പറയുന്ന ഗ്രീൻവിച്ച് മെറീഡിയൻ എന്ന് പറയുന്നത് ആണ് ആ പോയിന്റ്. മനസ്സിലായി. പക്ഷേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മധ്യപ്രദേശം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഇന്ത്യയുടെ മദ്യം എന്ന് ഏകദേശം വരുന്ന അവിടെ ഉജ്ജയിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പേര് തന്നെ മധ്യപ്രദേശം എന്നാണ്. ദ മിഡിൽ ഓഫ് ദി എർത്ത്. മധ്യപ്രദേശ് മിഡിൽ ഓഫ് ദി എർത്ത്. അതിന് സംസ്കൃതത്തിൽ വേറെ 2 പേരുണ്ടായിരുന്നു. എന്താ അറിയാവോ? നേവൽ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുക്കിൾ.
മുകളിലും അല്ല, താഴെയല്ല, ലെഫ്റ്റും അല്ല, റൈറ്റും അല്ല, നടുക്ക്. ഭൂമിയുടെ പൊക്കിളാണ്, നേവൽ ഓഫ് ദി എർത്ത്. ആൻഡ് ഇറ്റ് ഹാസ് വൺ മോർ നെയിം, ദി സെന്റർ ഓഫ് ദി കോസ്മോസ്, മധ്യപ്രദേശ്. അന്ന് അതിന് ഉജ്ജയിൻ എന്നാണ് പറയുന്നത്. ഇന്നും ആ സ്ഥലങ്ങളെല്ലാം അവിടെ ഉണ്ട്, ഉജ്ജയിനും മധ്യപ്രദേശും ഒക്കെ. അപ്പോൾ ഈ ഉജ്ജയിൻ 00 എടുത്ത് അവിടുന്ന് ഈ കണക്ക് കൂട്ടിയപ്പോൾ കറക്റ്റ് താഴേക്ക് പോയി ശ്രീലങ്ക കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു ലാൻഡ് മാസിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ആ സ്ഥലത്ത് ലങ്ക ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കി, കടൽ മാത്രം, വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ആർ വി റോങ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി. ഇത് ഏകദേശം വരുന്നത് കറക്റ്റ് സൂര്യസിദ്ധാന്തത്തിലും രാമായണത്തിലും പറയുന്ന പ്രിസൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 12,209 എന്ന് ടു ദ ഡോട്ട് എന്ന് പറയുന്ന പോലെ ഇതിലും വരുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ കടലാണ്. അപ്പോൾ അവിടെ നമ്മൾ റിസർച്ചേഴ്സൊക്കെ കുറേ നോക്കിയപ്പോൾ കാണാം, തൊട്ടടുത്ത് മാൽഡീവ്സ് ഉണ്ട്, തൊട്ടടുത്ത് മൗറീഷ്യസ് ഉണ്ട്, മുകളിൽ ഇതുണ്ട്. ഇവരങ്ങനെ നോക്കി നിന്നപ്പോൾ മാൽഡീവ്സ് ഇവിടെ നിൽക്കുകയാണ്, കടൽ ഇവിടം വരെയാണ്. കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞപ്പം കടലിന് തൊട്ട് താഴെ വലിയ സമുദ്ര ലാൻഡ് മാസുകളാണ്. കടലിന് താഴെയാണോ? ആണ്. പക്ഷെ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അടിയിൽ ലാൻഡ് ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പോയി നോക്കി. ഏതാ? മാൽഡീവ്സിൻ്റെ ഈസ്റ്റിലോട്ടാണ് കിടക്കുന്നത്. അത് ഇക്വേറ്ററിൻ്റെ അടുത്താണ്. ഇക്വേറ്ററിന് അന്ന് നമ്മൾ പറയുന്നത് വിഷ്ണുവത് എന്നാണ്. വിഷ്ണുവതിൻ്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്തോ ചെയ്തു, ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും നേവൽ ഫോഴ്സും എല്ലാവരും കൂടെ വലിയൊരു എക്സ്പെഡിഷൻ നടത്തി ഇന്ത്യയുടെ കോസ്റ്റിൽ. കാരണം അത് ഇന്ത്യൻ ഓഷൻ ആണല്ലോ. അങ്ങനെ ദേ ഫൗണ്ട് ഇൻ റെക്കോർഡിക്കലി ദേ ഫൗണ്ട് എ സങ്കൺ ലാൻഡ് മാസ് ഇൻ ദ എക്സാക്ട് പൊസിഷൻ ഗിവൺ ബൈ രാമായണ ഡീറ്റെയിൽസ്. ആ സങ്കൺ പൊസിഷനകത്ത് നടന്ന മാൻ മെയ്ഡ് സ്ട്രക്ചേഴ്സ് പോലെയും 14,000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 15,000 വർഷങ്ങളായിട്ട് കടലിനടി കിടക്കുക. വി കുഡ് ക്ലിയർലി സീ പാറ്റേൺസ്. ആ പാറ്റേൺസ് കണ്ടിട്ട് നമ്മൾ ആ പാറ്റേൺസിൻ്റെ അവിടെ നമ്മൾ ടാമ്പർ ചെയ്തേക്കുന്ന ഡേറ്റ് നോക്കി. ഇറ്റ് വാസ് ഡേറ്റിംഗ് ബാക്ക് ടു 12,000 to 14,000 years ago. മനസ്സിലായോ? ആ സമയത്ത് എന്താണ് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് ഏകദേശം 12,000 അല്ലെ 14,000 years ago എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭൂമി ഐസ് ഏജ് കഴിഞ്ഞ് ഐസ് ഏജിൻ്റെ എൻഡ് പോയിന്റിലാണ്. യങ്ങർ ഡ്രയസ് എന്ന് നിനക്കറിയാതെ. യങ്ങർ ഡ്രയസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. യങ്ങർ ഡ്രയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഐസ് ഏജിൻ്റെ എൻഡിലോട്ടാണ് സാധനം. അപ്പോൾ ഐസ് ഏജ് കഴിഞ്ഞപ്പോൾ പല ലാൻഡും ഡിസപ്പിയർ ചെയ്ത പോലെ ഈ ലങ്കയും ഡിസപ്പിയർ ചെയ്തതാണെന്നാണ് ഇപ്പോൾ ഇന്ത്യ റെക്കോർഡിക്കലി വിശ്വസിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ടോ പണ, ഇന്ത്യ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരുപാട് പ്രോജക്ട്സ്, ആർക്കിയോളജിക്കൽ പ്രോഡക്ട്സ് ഓൾ ഓഫ് എ സഡൻ ഷട്ട് ഡൗൺ ചെയ്യുക. അതിപ്പോൾ റീസെന്റ് ആയിട്ട് തമിഴ്നാട്ടിലും ഒക്കെ ഭയങ്കരമായിട്ട് ഷട്ട് ഡൗൺ. കല്ലേക്കിയോ എന്തൊക്കെയോ സംഭവങ്ങൾ അവർക്ക് സ്ട്രിഞ്ചന്റ് എവിഡൻസ് കിട്ടി ഷട്ട് ഡൗൺ ചെയ്തു. എന്ന് പറഞ്ഞാൽ 30,000 25,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചിരുന്ന ലിപികളും സ്ക്രിപ്റ്റേഴ്സും നമുക്ക് കിട്ടി. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ വന്ന എന്താ അറിയാവോ? ഫർദർ എക്സ്കവേഷൻ ഷുഡ് ബി ഷട്ട് ഡൗൺ ബിക്കോസ് ഇറ്റ് വിൽ ടാമ്പർ ദ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വസിച്ചിരിക്കുന്ന എല്ലാം തെറ്റാണെന്ന് പറയും. അതുകൊണ്ട് ലോകം റെഡിയല്ല. സോ എവ്രി ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ഇൻ തമിഴ്നാടു ഡൺ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഇസ് സ്റ്റോപ്ഡ്. അത് ട്രാൻസ്ലേറ്റ് പോലും ചെയ്യണ്ട. നിങ്ങൾ ഇന്ന് ഇത് അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ ദ വേൾഡ് വിൽ ബി ഇൻ കൊയോസ്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ഗവൺമെന്റ് അതിനെതിരെ എന്തൊക്കെയോ ചെയ്യുന്നു. സ്റ്റാലിൻ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങളുടെ നാടാണ് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. മോഡി ഗവൺമെന്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ വിലക്കിയിട്ടുണ്ട്. ഈവൻ രാമനെയും കൃഷ്ണനെയും എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരിലെ ഏറ്റവും വലിയ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ രാമനും കൃഷ്ണനുമാണ്. But we have to understand that even these people came from the north. നോർത്തിൽ നിന്ന് അവർ വന്ന് യുദ്ധം ചെയ്ത രാജാവായിരുന്നു. പക്ഷെ സൗത്തിൽ അവർക്ക് അവരുടേതായ രാജാവും ദൈവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. ഇന്ത്യ ഫുള്ള് രാമീകരിക്കപ്പെട്ടു. ഇപ്പം നമ്മളുടെയും ദൈവങ്ങൾ ഹിന്ദു ആയിട്ട് ജനിച്ച സൗത്ത് ഇന്ത്യയിലെ എൻ്റെയും വീട്ടിലെ ദൈവങ്ങൾ രാമനും കൃഷ്ണനും ഒക്കെയാണ്. അതെല്ലാം നോർത്ത് ഇന്ത്യൻസിൻ്റെ ദൈവങ്ങളാണ്. മനസ്സിലായോ?
അപ്പോൾ ഈ ദൈവങ്ങളെ പ്രീഡേറ്റ് ചെയ്യുന്ന രാജാക്കന്മാരുടെ സ്ക്രിപ്റ്റേഴ്സും കാര്യങ്ങളും കണ്ടുപിടിച്ചു. സെൻട്രൽ ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്തു. ദാറ്റ്സ് ഡീപ്പ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിലെ കുലദൈവങ്ങൾ, സൗത്ത് ഇന്ത്യയിലെ യഥാർത്ഥ ദൈവങ്ങൾ, നമ്മൾ ചാത്തന്മാരെന്നും ഒടിയന്മാരെന്നും ഒക്കെ പറയുന്ന ആളുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എപ്പിസോഡ് ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള സാധനമാണ് ചാത്തന്മാരും. അവര് നമ്മളുടെ യഥാർത്ഥ ദൈവങ്ങളായിരുന്നു. രാമനൊക്കെ മുന്നേ ഉള്ള ആളുകളായിരുന്നു. രാമനൊക്കെ വന്ന് യുദ്ധം ചെയ്തിട്ട് 14,000 വർഷം ആവുന്നുള്ളൂ. പക്ഷേ 25,000 വർഷങ്ങൾക്ക് മുന്നേ സ്ക്രിപ്റ്റേഴ്സ് കണ്ടുപിടിക്കുക. ചാത്തന്മാരും ഒടിയന്മാരും എന്നൊക്കെ പറയുമ്പോഴേ എൻ്റെ മൈൻഡിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കാര്യങ്ങൾ വരും. ചാത്തന്മാരെ പറ്റിയും ഒടിയന്മാരെ പറ്റിയും ഒരാൾ വരുന്നുണ്ട്. ഇപ്പോഴല്ല, അടുത്ത മാസമാവും. അത് പറയുന്നില്ല. പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളൊക്കെ എന്നെ ചീത്ത വിളിക്കാനല്ലേ, അതുകൊണ്ട് സീക്രട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അപ്പം ഇങ്ങനെ ഒരു ലങ്ക എന്ന് പറയുന്ന ഒരു ലാൻഡിനെ പറ്റി നമ്മൾ കണ്ടുപിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ വേറൊരു ലാൻഡിനെ പറ്റി ആളുകൾ പറയുന്നുണ്ട്, സുന്ദാലാൻഡ്. സുന്ദാലാൻഡ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പറയുന്നത് ഇറ്റ് ഈസ് എ വെരി മാസീവ് ലാൻഡ് മാസ്. അത് ഏത് കൾച്ചറിലാണ് പറയണേ? അത് പറഞ്ഞുതരാം. വളരെ വലിയ മാസീവ് ലാൻഡ് മാസ് ആണ്. ഈ മാസീവ് ലാൻഡ് മാസ് ഇന്തോനേഷ്യ, മലേഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എല്ലാം കണക്ട് ചെയ്ത് പോകുന്ന ഒരു ലാൻഡ് മാസ് ആണ്. ഗൈസ്, ഇതിൻ്റെ എല്ലാം പിക്ചർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇന്തോനേഷ്യ ലെജൻഡിൽ ഗുണുങ് GUNUNG എന്ന് പറയുന്ന GUNUNG ഗുണുങ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. അവരുടെ ലെജൻഡാണ് പണ്ട് നമ്മളുടെ കരയിൽ, നമ്മളുടെ തീരത്ത് ഒരു മഹാമെരു ഉണ്ടായിരുന്നു. മഹാമെരു എന്ന് പറഞ്ഞത് ദ ബിഗ് മൗണ്ടൻ ഓർ എ ബിഗ് ലാൻഡ് മാസ് വിച്ച് വാസ് ലോസ്റ്റ് ടു ദ സീ. സെയിം കഥ വിച്ച് വാസ് ലോസ്റ്റ് ടു ദ സീ. അത് എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ സൗത്ത് ഇന്ത്യയിലോട്ട് ലങ്ക എവിടെ വരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം. ഞാൻ കഥ പറഞ്ഞു തരികയാണ്. അത് കഴിഞ്ഞ് അവരങ്ങനെ ഒരു ലെജൻഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഫുഗാവോ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ലെജൻഡ് ഉണ്ട്. ഇഫുഗാവോ എന്ന് പറയുന്നത് ഫിലിപ്പീൻ ലെജൻഡ്, അബോർജിൻ ലെജൻഡാണ്. ഫിലിപ്പീൻസുകാരുടെ ഏറ്റവും പഴയ കഥ, അവരുടെ ഏറ്റവും പഴയ കഥ എന്താ അറിയാവോ? They were having a mythical land, a mythical ancestral land that the sea sank. അവരുടെ ആൻസിസ്റ്റേഴ്സ് ജീവിച്ചിരുന്ന മിത്തിക്കൽ ലാൻഡ് കടൽ കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് ഫിലിപ്പീൻസിൻ്റെ ഏറ്റവും ആദ്യത്തെ, ദ മോസ്റ്റ് ഓൾഡസ്റ്റ് സ്റ്റോറി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിനെ പറ്റി ഒരു ശാസ്ത്രജ്ഞൻ പഠിക്കാൻ ഇറങ്ങി, സ്റ്റീഫൻ ഓപ്പൻഹൈമർ. ഇതിനെപ്പറ്റി 10-40 വർഷം ഇതിനുവേണ്ടി ഇറങ്ങി ഫിലിപ്പീൻസിൽ പോയി, ഇന്തോനേഷ്യ വരുന്നു, തമിഴ് വരുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു, പഠിച്ച് പുള്ളി ഒരു ബുക്ക് എഴുതി, ദ ഈഡൻ ഇൻ ദ ഈസ്റ്റ്. അത് ലോകത്തെല്ലാവരും വായിക്കേണ്ട കഥയാണ്. ദ ഈഡൻ ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്ന ബുക്കിനകത്ത് എന്താ പറയുന്നത് അറിയാമോ? ദ ഗാർഡൻ ഓഫ് ഈഡൻ, ബൈബിളിൽ പറയുന്ന ഏദൻ തോട്ടം, വാസ് that land called Sundaland which was in southern India. സൗതേൺ ഇന്ത്യൻ ഓഷനിലുള്ള ആ ഒരു ലാൻഡ് മാസ് ആയിരുന്നു ദ ഗാർഡൻ ഓഫ് ഈഡൻ എന്ന് ബൈബിളിൽ പറയുന്ന മാസ്. അതിലയാൾ ബൈബിളിലെ തെളിവ്, ഫിലിപ്പീൻസിലെ തെളിവ്, ഇന്ത്യയിലെ തെളിവ് ഇതെല്ലാം വെച്ച് പരത്തി അത് വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കൺവിൻസ്ഡ്. അങ്ങനെ സ്റ്റീഫൻ ഓപ്പൻഹൈമറിൻ്റെ ഈഡൻ ഇൻ ദ ഈസ്റ്റ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. വായിക്കുന്നവരാണെങ്കിൽ വായിക്കണം. അങ്ങനെ ഒരു ലാൻഡ് നമ്മുടെ ഈ മറ്റേ മനുവിന്റെ കഥയിനകത്ത് പറയുന്നുണ്ടോ? ഏതാ? ഈ മനുവിന്റെയും അടീമയുടെയും കഥയിൽ പറയുന്നുണ്ട്. അവരും പോകുന്നത് എങ്ങനെയാ? മീൻ വന്ന് കൊണ്ടുപോവാ. എന്തുകൊണ്ട്? അവരുടെ ലാൻഡ് മുങ്ങുന്നത് കൊണ്ട്. ഓ ശരിയാ, മനസ്സിലായോ? ശ്രീകൃഷ്ണൻ മീനിന്റെ അവതാരമായിട്ട് വന്ന് മനു അടീമയും മനു അവിടെ ഉള്ള ആദ്യത്തെ മനുഷ്യൻ. അടീമ എന്ന് പറഞ്ഞാൽ ആദി മനുഷ്യൻ, അവനെ മനു കൊണ്ടുപോവാണ്. എന്തുകൊണ്ടാ കൊണ്ടുപോകുന്നത്? മീനിനകത്ത് കയറിക്കോ, നിന്റെ ഭൂമി താഴാൻ പോവാണ്, ഞാൻ കരയിൽ കൊണ്ടുവിടാം. So these are not just fairy tales. അതെ ഗൈസ്, എല്ലാ കഥയും കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു പോയിന്റിലേക്കാണ്. ദ ഫ്ലഡ് ആൻഡ് ദി ഒരു വംശം മാത്രം
ദൈവം രക്ഷിക്കുന്നു. യാ, അപ്പോൾ ഇത് നമ്മളിപ്പം ലങ്കയുടെ കഥ കേട്ടു. ഇപ്പം നിങ്ങൾ സുന്ദർലാൻഡിൻ്റെ കുറേ കഥകൾ കേട്ടു. ഇനി ഇതുപോലുള്ളൊരു കഥ ഞാൻ പറഞ്ഞുതരാം. കഥയെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സംഘം ലിറ്ററേച്ചർ എന്ന് നീ കേട്ടിട്ടുണ്ടോ? സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് തമിഴ് ലിറ്ററേച്ചറാണ്. തമിഴ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഹിന്ദുക്കൾക്ക് വേദ പുരാണാസ് എന്ന് പറയുന്ന പോലെ അവർക്ക് സംഘം എന്ന് പറയുന്ന ലിറ്ററേച്ചറാണ്. എന്ന് പറഞ്ഞാൽ ദ ബ്രൈറ്റസ്റ്റ് മൈൻഡ്, ആളുകൾ വന്ന് കൂടിയിരുന്ന് കാര്യങ്ങൾ എഴുതി കൂട്ടി വെക്കുക, ഉപനിഷത്തിൻ്റെ കണക്ക്. അപ്പോൾ ഈ സംഘം ലിറ്ററേച്ചറിനകത്ത് ഒരു സംഘം ലിറ്ററേച്ചറിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റേഴ്സ് ഇപ്പോഴും ഉണ്ട്. താളിയോലയിൽ എഴുതിയിലുണ്ട്, പാറയിൽ എഴുതിയിലുണ്ട്, പിക്ചേഴ്സ് ഉണ്ട്, സ്ക്രീനിൽ വരും. സീനായിരിക്കും ഗൈസ്, എൻ്റെ തന്നെ എഡിറ്റിംഗ് ആയിരിക്കും. അപ്പം ഈ ലിറ്ററേച്ചറിനകത്ത് ഒരു ലാൻഡിനെ പറ്റി പറയുന്നുണ്ട്. ഭാരതത്തിൻ്റെ താഴെ കുമാരികാണ്ഡം എന്ന് പറയുന്ന ഒരു വലിയ ലാൻഡ് മാസ് ഉണ്ടായിരുന്നു. ആ ലാൻഡ് മാസിനെ പറ്റി ഇവരെഴുതി വെച്ചേക്കുന്നത് മിത്തോളജിയോ അല്ലെങ്കിൽ വെറുതെ ഉള്ള കാര്യങ്ങളോ ഹിൻഡിങ്ങോ ഒരു ഹിൻഡ് കൊടുത്തേക്കുന്ന ഒന്നുമല്ല. അതവർ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. റെക്കോർഡിക്കൽ എവിഡൻസ് ആണ്. അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ആരാണ്? ദ പാണ്ഡ്യൻസ്. പാണ്ഡ്യൻ രാജാക്കന്മാരുടെ 8000 വർഷമുള്ള പാണ്ഡ്യൻ രാജാക്കന്മാരുടെ കിങ്സിന്റെ ലിസ്റ്റ്. യു കനോട്ട് മേക്ക് ദിസ് ഷിറ്റ് അപ്പ്. മനസ്സിലായോ? ഡീറ്റെയിൽഡ് എവിഡൻസ് ആണ്. അതെവിടെയാണ്? കുമാരികാണ്ഡം. കുമാരികാണ്ഡത്തിൽ 8000 വർഷത്തോളം അവർ ജീവിച്ചിരുന്ന പാണ്ഡ്യൻസിൻ്റെ ലിസ്റ്റ്, രാജാക്കന്മാരുടെ ലിസ്റ്റ്, അവരുടെ സ്കോളേഴ്സിൻ്റെ പേര്, സിറ്റികളുടെ പേര്, ടെമ്പിൾസിൻ്റെ ലൊക്കേഷൻ, അവരെന്തൊക്കെയായിരുന്നു അവർ റിച്ചസ് ആയിട്ട് കണ്ടിരുന്നത്. വെള്ളവും പെണ്ണിനെയും എന്ന് പറഞ്ഞാൽ സ്ത്രീനെയും ജെംസിനെയും വെച്ചാണ് അവർ ജീവിച്ചിരുന്നത്. അവർ ക്രിസ്റ്റൽ കൊണ്ട് വൈദ്യുതി, അല്ലെങ്കിൽ വൈദ്യുതി എന്നതിൽ പറയുന്നില്ല, എനർജി ഉൽപ്പാദിക്കുന്ന ടീമുകളായിരുന്നു എന്ന് വരെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ദേ വർ യൂസിങ് റെഡ് ക്രിസ്റ്റൽസ് ടു പവർ തിങ്സ്. വെപ്പൺസും ട്രാൻസ്പോർട്ടിനും വേണ്ടി അവരൊരു ചുമന്ന ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നതെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനത്തിനെ പറ്റിയാണ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ കഥയിൽ എന്താ പറയുന്നത് അറിയാമോ? അവരുടെ കഥയിൽ പോകുന്നത് വലിയൊരു ഫ്ലഡ് വന്നു, വലിയൊരു ഫ്ലഡ് വന്നു എന്ന് പറഞ്ഞ് കഥ നിർത്തുവല്ല ഗൈസ്. ദേ ആർ നോട്ട് ജസ്റ്റ് ഹിൻറ്റിങ് എ ഫ്ലഡ്, ദേ ആർ ഡിസ്ക്രൈബിങ് എവറി ഡീറ്റെയിൽ ഓഫ് ദ ഫ്ലഡ്. ആ ഫ്ലഡിനെ പറ്റി ഏറ്റവും നല്ല ഡീറ്റെയിൽസ് ഈ സംഘം ലിറ്ററേച്ചറിനകത്താണ് ഉള്ളത്. എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ? ഫ്ലഡിനെ പറ്റി ആദ്യം സബ്മർജ് ചെയ്ത് വന്ന സിറ്റികൾ, ഫുള്ളി സബ്മർജ്ഡ് ആയ സിറ്റികൾ, രാജാക്കന്മാർ ഡിസ്പ്ലേസ്ഡ് ആവുന്നു, രാജാക്കന്മാർ എങ്ങോട്ട് പോകുന്നു, മാസ് മൈഗ്രേഷനിലൂടെ ഉണ്ടാകുന്ന ഫാമിലികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, കുട്ടികളെ മിസ്സാവുന്നു. അന്ന് അത് മാസ് മൈഗ്രേഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്തത്, കപ്പലിലേക്കാണോ പോയത്, അതുപോലെ പീപ്പിളിനുണ്ടായ ട്രോമകൾ, ഇതെല്ലാം റെക്കോർഡിക്കലി എഴുതി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് വെറുതെ നടന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഞാൻ ഇതെടുത്തു, സംഘം ലിറ്ററേച്ചർ എടുത്തു, എന്നിട്ട് ഇവരെങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്ത് പോയതെന്ന് പഠിക്കാൻ നോക്കി. സോ ഇവരെങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ സർവൈവേഴ്സ് മൈഗ്രേറ്റഡ് ടു സൗത്ത് ഏഷ്യ. ഏഷ്യയുടെ സൗത്തിലേക്കാണ് പോയത്. കുറേ പേര് സെൻട്രൽ ഏഷ്യ, ഈസ്റ്റ് ഏഷ്യയിലോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ എവിടെയാണ് പോയിട്ടുള്ളത്? കർണാടക, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഇപ്പോഴും അബോർജിനേറ്റ്സ് ആയിട്ടുള്ള യഥാർത്ഥ ആളുകളായിട്ടുള്ള ചോളാസും ചീരാസും പാണ്ഡ്യാസും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹിസ്റ്ററി ബുക്കിൽ നിങ്ങൾ ഇത് പഠിപ്പിക്കത്തില്ല, കാരണം നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ്. ബ്രിട്ടീഷുകാരുടെ കമ്പനിക്ക് വേണ്ടി ജോലി എടുക്കാനാണ് ഞാനും നീയും ഇവനും പഠിച്ചിട്ടുള്ളത്. ശരിയാണോ? അതെ. നിങ്ങളെവിടെ ജോലി ചെയ്യുന്നത്? ഇറ്റ്സ് എ ഫോറിൻ കമ്പനി. യു ആർ പ്രോബബ്ലി എ IT guy or you are working for a foreign company. Directly or indirectly. അത് അങ്ങനെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ അവർ ജോലി ചെയ്യാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്നുമില്ല, നിങ്ങൾ കമ്പനി ഇപ്പോൾ ഒരു MNC എന്ത് ആയിക്കോട്ടെ, അതിന്റെ മേജർ ഷെയർ ഹോൾഡേഴ്സ് ആരാ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ചോളാസിനും ചീരാസിനും പാണ്ഡ്യാസിനും ഒരു ലെജൻഡ് ഉണ്ട്. ദേ ഹാവ് എ ലെജൻഡ് ദാറ്റ് നമ്മൾ ഇവിടെ വന്ന് സിവിലൈസേഷൻ റീസ്റ്റാർട്ട് ചെയ്തതാണെന്നും ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് സംഘൻ കുമാരികാണ്ഡത്തിൽ നിന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ചതാണെന്നും.
ഏകദേശം സെൻട്രൽ ഇന്ത്യയിലാണ് ഈ കഥ വരുന്നത്. മനസ്സിലായോ? സെൻട്രൽ ഇന്ത്യയിലെ അവരിപ്പോഴും വിശ്വസിക്കുന്ന കഥയാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് കുമാരികാണ്ഡത്തിൽ നിന്ന് വന്നതാണെന്നും കുമാരികാണ്ഡം മുങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് റീസെറ്റിൽ ചെയ്ത രാജാക്കന്മാരുടെ പിന്തുണക്കാരാണ് ഞങ്ങളെന്ന് അവരിന്നും പ്രൗഡായിട്ടാണ് പറയുന്നത്. അവരൊരു NCERTക്കും പറയത്തില്ല, അവരൊന്നും വിശ്വസിക്കത്തില്ല. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് എവിടെ നിന്ന് വന്ന് ചോദിച്ചു, നിങ്ങൾ നാളെ പോയി അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അവർ പറയും കുമാരികാണ്ഡത്തിൽ നിന്നാണ്. അവർക്കത് മിത്തല്ല, അവർക്കത് പകൽ പോലുള്ള സത്യമാണ്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല, നമ്മളത് അറിയാൻ വക വരുന്നില്ല, നമ്മളിത് പഠിപ്പിക്കുന്നില്ല, ഇത് സത്യമാണോ അന്വേഷിക്കാം. അറിയിക്കുന്ന പോലുമില്ല. അപ്പോൾ അതാണ് കുമാരികാണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത്. വേറൊരു സാധനമുണ്ട് ഈ കുമാരികാണ്ഡം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ ആലോചിച്ചാൽ മതി, ചെറിയൊരു ന്യൂക്ക് ഇപ്പം പോൾസിൽ ഇട്ടെന്ന് വെച്ചോ, ഹോൾ എർത്തിന്റെ ജോഗ്രഫി മാറും ഉറപ്പായിട്ടും. ഫ്ലഡ് ചെയ്ത് സർവൈവേഴ്സ് കാണുമോന്ന് പോലും പറഞ്ഞു. നിങ്ങൾ ഈ ലോകം മുഴുവൻ ഇത്ര ഫ്ലഡ് വരാൻ എന്ത് ചെയ്യും? ഫ്ലഡ് വരത്തില്ല ബ്രോ. നിങ്ങളുടെ ഇരിക്കുന്ന ഒരു ബ്രഹ്മോസ് അറിയാതെ ലൊക്കേഷൻ തെറ്റിപ്പോയി നോർത്ത് പോളിലോ സൗത്ത് പോളിലോ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നാളെ ഞാനും ഇല്ല, നീയും ഇല്ല, USA ഇല്ല, ബ്രിട്ടനും ഇല്ല, ചൈനയും ഇല്ല. ഒന്നും വേണ്ടേ, നമ്മുടെ ഇടുക്കിയിലെ ഡാം പൊട്ടിയാൽ മതി. ഇടുക്കിയുടെ ഡാം പൊട്ടിയാൽ നമ്മുടെ സൗത്ത് കേരളം മൊത്തം പോകും. അപ്പോൾ വെള്ളത്തിന്റെ പവർ നിങ്ങൾ അറിയാതെ സംസാരിക്കരുത്. അത് സീനാണ്. ജോഗ്രഫി ഭയങ്കരമായിട്ട് മാറ്റിക്കളയും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ കുമാരികാണ്ഡത്തിൻ്റെ കഥ കേട്ടു, അതിന് മുന്നേ സുന്ദർലാൻഡിൻ്റെ കേട്ടു, അതിന് മുന്നേ ലങ്കയുടെ കേട്ടു. ഇത് മൂന്നും ആളുകൾ ജോഗ്രഫിക്കലി വരുന്നത് ഏകദേശം ഒരേ സ്ഥലത്താണ്. സൗത്ത് ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഓഷൻ. രാമായണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇത് മറ്റേ മെറീഡിയനൊക്കെ. അപ്പോൾ ഇനിയും നമ്മളുടെ കൾച്ചറിൽ നിന്നും ഏറ്റവും പഴക്കമുള്ള ഗ്രീക്ക് മാപ്പുണ്ട് ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതും പടം വരും. അതും വരും. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആണ്, എഡിറ്റിങ്ങിൻ്റെ ഒരു തിളപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പടം വരുമെന്ന് പറയുന്നത്. അടുത്ത വട്ടം തൊട്ട് ഈ ശല്യമില്ല, ഡോൺ വറി. അപ്പോൾ ആ ഗ്രീക്ക് ലോസ്റ്റ് മാപ്പാണ്. ആ ലോസ്റ്റ് മാപ്പ് എഴുതിയത് സർ ടോളമി എന്ന് പറയുന്ന ഒരാൾ. ഒരു ലാർജ് ഐലൻഡ് ടാരോപ്പെയിൻ എന്നാണ് പുള്ളി ഐലൻഡിനെ പറഞ്ഞേക്കുന്നത്. ടാരോപ്പേ അല്ല, ടപ്രോയെന്നോ ടാരോപ്പെയിന്നോ ആണ്. കാരണം ഗ്രീക്കിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു അക്ഷരം മാറും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളം ആകുമ്പോൾ അത് ഇത് മാറും. അപ്പോൾ ഈ ലാൻഡ് മാസ് നമ്മൾ ലോകത്ത് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇയാൾക്ക് കുമാരികാണ്ഡത്തിനെ പറ്റി അറിയത്തില്ല, ഇയാൾക്ക് സുന്ദർലാൻഡിനെ പറ്റി അറിയത്തില്ല, ലങ്കയെ പറ്റി അറിയത്തില്ല, ഒന്നുമില്ല. ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ അഥീനയും ഒരു എന്താ പറയുക സൺ ഗോഡിൻ്റെ പുത്രനും കൂടി യുദ്ധത്തിന് പോയൊരു ലാൻഡാണിത്. കടലിൻ്റെ അടിയിലുള്ള അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കടലിനടിയിലുള്ള ഈ ടാപ്രോയെൻ എന്ന് പറയുന്ന ടാപ്രോയെൻ എന്ന് പറയുന്ന സ്ഥലം ഗ്രീക്കിനെ പണ്ടേ, ഗ്രീക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മറ്റേ ഗ്രീക്കൊന്നുമല്ല, പണ്ട് 14,000 അല്ലെ 20,000 വർഷങ്ങൾക്ക് മുന്നേ ഗ്രീക്കിനെ ടാപ്രോയെൻ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ ഗ്രീക്കുകാരും സെൻട്രൽ ഏഷ്യയിലുള്ള സൺ ഗോഡിൻ്റെ മകനും കൂടി ടാപ്രോയെന്നെ പോയി അടിച്ച് തോപ്പിക്കുന്ന കഥയിൽ നിന്ന് ഉള്ളൊരു മാപ്പാണത്. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സൂര്യവംശൻ താഴോട്ട് പോയി വെള്ളത്തിൽ പോയി ഒരു ഐലൻഡിനെ അടിക്കുന്നത്? നമ്മുടെ മിത്തിലുണ്ട്. യെസ്, ഇറ്റ്സ് രാമായണ ബട്ട് ഇൻ ഗ്രീക്ക് വെർഷൻ. ഇതുവരെ ആർക്കും അറിയത്തില്ല. ഗൈസ്, ഡു യുവർ റിസർച്ച്. അപ്പോൾ അറ്റ്ലാന്റിസ് ഗ്രീക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഗ്രീക്ക് അറ്റ്ലാന്റിസിനെ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് സെൻട്രൽ ഏഷ്യയിലെ സൺ ഗോഡായ റായിനെ വിളിക്കുന്നു. ആ പേരും റായ് എന്നാണ്, അത് ഞാൻ അവസാനം പറയാമെന്ന് വെച്ചതാ പോയി. റായിനെ വിളിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ കടല് കടന്ന് പോയി ആ രാജ്യത്തിനെ കത്തിച്ച് ഇല്ലാതാക്കി കടലിൽ മുക്കി തിരിച്ചു വരുന്നു. സെയിം സ്റ്റോറി ബ്രോ. ലങ്കാ ദഹനം എന്താ? കത്തിച്ചില്ലാതാക്കുന്നു. Think about it. So I don't need any ഇതിലുള്ള എവിഡൻസ് ഇതിൽ കൂടുതൽ തരാൻ പാടാണ്. നിങ്ങൾക്ക് ഇത് കാണണ്ടിട്ട് റിസർച്ച് ചെയ്യാം. Still you doubt it, go research. Yes, go research. എന്നിട്ട് ഈ സാധനം ഈ മാപ്പ് ഭയങ്കരമായിട്ട് ഇത് ഫ്ലാഷ് ആവാൻ തുടങ്ങി. കാരണം
കാലാകാലങ്ങളായിട്ട് സൂക്ഷിച്ചു വന്നിരുന്ന ബുക്കുകളിൽ അല്ലെങ്കിൽ ബൈബിള് പോലെ ഗ്രീക്കുകാർ കണ്ടുകൊണ്ട് വന്ന ബുക്കുകളിൽ ഈ മാപ്പ് വരച്ചു വെച്ചേക്കുക. ആൻഡ് ദാറ്റ് ബുക്ക് ഓർ മാപ്പ് ഇറ്റ് സെൽഫ് ഈസ് 2000-4000 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ഈ മാപ്പ് ഉണ്ടാക്കിയതാണോ എന്തുവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവസാന ആളുകൾ പറഞ്ഞു ഇത് ശ്രീലങ്കയാണ്. മെയിൻ സ്ട്രീം വന്നു, നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നു, അങ്ങനെയൊന്നുമില്ല, ഇത് ശ്രീലങ്കയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ പറയേണ്ടി വന്നു. കാരണം ദേ കനോട്ട് ഡിനൈ ഇറ്റ്, ദിസ് ഈസ് ഫിസിക്കൽ. അങ്ങനെ അവർ പറഞ്ഞു ശ്രീലങ്കയാണെന്ന് പറഞ്ഞു. ബട്ട് ദി ആക്യുറേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ വാസ് ടു ഡീറ്റെയിൽഡ്. ഇന്ത്യയും അപ്പുറത്തുള്ള കോണ്ടിനെൻസും എല്ലാം ഉണ്ട്, പക്ഷേ ഇത് ശ്രീലങ്കയല്ല. ശ്രീലങ്കയുടെ ഒത്തിരി താഴെ, ശ്രീലങ്കയുടെ ഒരു 5 ഇരട്ടി വലിപ്പത്തിലുള്ള ഒരു ലാൻഡ് മാസാണ്. അവിടെ വാലീസ്, മൗണ്ടൻസ്, ഓസ്ട്രേലിയൻ കണക്ഷൻ ഉറപ്പായിട്ടും ഉണ്ട്. വാലീസും മൗണ്ടൻസും കിങ്സും ക്യൂൻസും റിച്ചസും ഒക്കെ ഉള്ള രാജ്യമായിട്ടാണ് അതിൽ കാണിച്ചേക്കുന്നത്. പക്ഷേ മെയിൻ സ്ട്രീമിൽ നിന്ന് ആ മാപ്പ് പതുക്കെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കണം ഒറിജിനൽ മാപ്പ് അല്ല, നിങ്ങളിപ്പോ സ്കൂളിൽ പഠിക്കുന്നത് വെറും ഫേക്കി മാപ്പ്. അതെ, അതിനകത്ത് യൂറോപ്പിന്റെ ആഫ്രിക്കയുടെ സൈസ് ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ മാപ്പിനകത്ത് എഴുതിയത് ഗ്രീൻവിച്ചും ആഫ്രിക്കയും സെയിം സൈസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്രീൻവിച്ച് ഈസ് അല്ല, ആഫ്രിക്ക ഈസ് 5 times ബിഗർ ദാൻ ഗ്രീൻവിച്ച്. സത്യം, ഗ്രീൻവിച്ച് അല്ല, ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയെ എന്തുകൊണ്ടോ അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. മാപ്പിനകത്ത് സ്ഥലമില്ലെന്ന് വരെ പറഞ്ഞു കളയും. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കോണ്ടിനെന്റ്, ലോകത്തിലെ ഏറ്റവും രത്നങ്ങൾ വൈര്യങ്ങൾ റിച്ചസ്റ്റ് കോണ്ടിനെന്റ് ഈസ് ദി എന്താ പറയുന്നത്, ഫീബിളായിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ വളരെ ഇതാണ്. റഷ്യ 2 times ചെറുതാണ് ഒറിജിനലിനെ കാട്ടി മാപ്പിൽ. അമേരിക്ക ചെറുതാണ്. അപ്പോൾ അതൊക്കെ അജണ്ട. കൺട്രി റഷ്യയല്ലേ? ബിഗസ്റ്റ് കൺട്രി റഷ്യയാണ്. പക്ഷേ ആഫ്രിക്ക ഒരു കോണ്ടിനെന്റ് ആയിട്ട് നിന്നാൽ ഡെഫിനറ്റ്ലി ആഫ്രിക്ക ഈസ് ബിഗർ. അതെ, സത്യം. ആഫ്രിക്ക ഈസ് ഒരു കോണ്ടിനെന്റ് ആസച്ച് ഒരു ആഫ്രിക്ക ഈസ് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും നമ്മുടെ അമേരിക്കനും ഫ്രഞ്ച് മാക്രോൺ വൃത്തികെട്ടവനും ഒക്കെ കാരണം ആഫ്രിക്കൻസ് ആർ ഫൈനലി സ്റ്റാർട്ടിങ് ടു യുണൈറ്റ്. സത്യം. ഇപ്പൊ ഉഗാണ്ടയൊക്കെ മറ്റേ ഇബ്രാഹിം ടാഹോയെ പുള്ളി അടിപൊളിയാ. പുള്ളി എന്താ IMF പോയി 2 ബില്യൺ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിനക്ക് വേണ്ടി ഞാൻ കാലും മുട്ടില്ല എന്ന് പറഞ്ഞ് ഇത്രയും കാലം നമ്മൾ ഇട്ടേക്കുന്ന മോതിരം, നമ്മൾ ഇട്ടേക്കുന്ന വാച്ച്, നമ്മൾ ഇട്ടേക്കുന്ന ഡയമണ്ട്, നിന്റെ അമ്മ ഇട്ടേക്കുന്ന ഡയമണ്ട് നെക്ലേസ് അല്ലെങ്കിൽ കമ്മല്, മോതിരം, ഐഫോണ്, ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും സാധനം വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ആൻഡ് യെറ്റ് 90% ഓഫ് ആഫ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാർക്ക് ഡോണ്ട് ഹാവ് ഇലക്ട്രിസിറ്റി. ബാഡ് ബ്രോ. ഫ്രാൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ചെറ്റ. ഇന്നും ആഫ്രിക്ക ഭരിക്കുന്നത് ഫ്രാൻസ് ആണ്, ത്രൂ ഇസ്രായേൽ ആൻഡ് അമേരിക്ക. ആൻഡ് അവർ പറയുന്ന ഏറ്റവും വലിയ ഫാഷൻ ഇൻഡസ്ട്രി ഞങ്ങളുടെ പ്രിവിലേജ് ആണ് ഫ്രാൻസ് പറയണേ. അത് അൺപെയ്ഡ് റച്ചഡ് ലേബറിൽ കൂടെ അവരുടെ ഫാഷൻ ഇൻഡസ്ട്രി. നമ്മളുടെ വീട്ടിൽ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രായമുള്ളവരെ കൊണ്ട് മൈനിലിട്ട് കല്ലും മണ്ണും മാറ്റി ഗോൾഡ്. നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു സിനിമയുണ്ട്, ബ്ലഡ് ഡയമണ്ട്. വെരി റിയലിസ്റ്റിക്. അത് അത്രയും റിയൽ ആയിട്ടൊരു പടം എടുക്കാൻ പറ്റത്തില്ല, ബോറടിക്കത്തില്ല. ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ബ്ലഡ് ഡയമണ്ട് കാണുക. വേറെ സാധനമുണ്ട്, ഈ ബ്ലഡ് ഡയമണ്ടും ലാസ്റ്റ് സാമറ ഒരേ ഡയറക്ടറാണ്. രണ്ടും എഡ്വേർഡ് സ്വിക്ക്. ഓക്കെ, ഒരേ ഡയറക്ടറാ. രണ്ടും ഹോളിവുഡ് കൊമേഴ്ഷ്യലി ഇറങ്ങാൻ സമ്മതിക്കാത്ത പടങ്ങളാണ്. കാരണം റിയലിസ്റ്റിക്. ആൻഡ് ലാസ്റ്റ് സാമറ എന്ന് പറഞ്ഞ ഒരു റിയൽ ഡെപ്പിക്ഷൻ. അതെ, കാരണം ജപ്പാനും ചൈനയൊക്കെ നശിപ്പിച്ച് കളഞ്ഞതായി ബ്രിട്ടീഷ് ആൻഡ് വൈറ്റ് പീപ്പിൾ. ആൻഡ് ഇപ്പോൾ ഇന്ത്യ നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കാണ്. ത്രൂ തോക്കും കൊണ്ടല്ല വരുന്നത്, വേറെ വഴികളിലൂടെ. ഫിനാൻസ്, LGBTQ, പിന്നെ എന്താ പറയുന്നത്, രോഗങ്ങൾ, കിംസൊക്കെ അവർ വായിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ, കിംസൊക്കെ ദിസ് ഈസ് ഓൺഡ് ബൈ ബ്ലാക്ക് റോക്ക്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കിംസ് ബ്ലാക്ക് റോക്ക് വാങ്ങിച്ചു. ബ്രോ, നമ്മളിതൊന്നും അറിയുന്നില്ല, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഗ്രീക്ക് ലിറ്ററേച്ചറിലും ടാപ്രോയൻ എന്ന് പറയുന്ന ഒരു വലിയ ലാൻഡ് മാസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മിത്തോളജിയിലും ഇങ്ങനൊരു ലാൻഡ് മാസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെയൊക്കെ തുടർന്ന് 1800s ഏകദേശം 200 വർഷം മുന്നേ കുറേ വെസ്റ്റേൺ സയൻറ്റിസ്റ്റുകൾ, ഇത്രയും നേരം നമ്മൾ ആൻറ്റി വെസ്റ്റേൺ ആണല്ലോ പറഞ്ഞത്, വെസ്റ്റേൺ സയൻറ്റിസ്റ്റുകൾ എല്ലാവരും കൂടെ പോയി എക്സ്കവേഷനൊക്കെ തുടങ്ങി. കാശല്ലായി, ലോകം മുഴുവൻ പിടിച്ചടക്കി.
ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം 100,000 കോടി കിട്ടുന്നു, ചൈനയിൽ നിന്ന് 5,000 കോടി കിട്ടുന്നു, റഷ്യയുടെ നിന്ന് ട്രില്യൺസ് കിട്ടുന്നു, ആഫ്രിക്ക മുഴുവൻ അവരെ ഏറ്റെടുത്തു. വെറുതെ നടക്കുമല്ലേ. അപ്പോൾ കുറേ പേര് ഈ തൊപ്പിയൊക്കെ വെച്ച് നിക്കറൊക്കെ ഇട്ട് രാവിലെ സയൻറ്റിസ്റ്റാണ്. യെസ്, എക്സ്കവേഷൻ. കാശുള്ള ആർക്കും സയൻറ്റിസ്റ്റ് ആവാൻ പറ്റുന്ന ഇറ. അപ്പോൾ ഈ എക്സ്കവേഷന് പോയ ഒരു വെസ്റ്റേൺ സയൻറ്റിസ്റ്റ്, അയാൾ ഇച്ചിരി നല്ല കാര്യം ചെയ്തു എന്ന് പറയാം. മാഡഗാസ്കറിലും സൗത്ത് ഇന്ത്യയിലും ഒരു പ്രത്യേകതരം ജീവിയുടെ ഫോസിൽ കണ്ടുപിടിച്ചു. ലെമൂർ എന്ന് പറയുന്ന ഒരു കുറുക്കനും അല്ലെങ്കിൽ ഒരു അണ്ണാനും ഒക്കെ പോലുള്ള, ഇപ്പം എക്സ്റ്റിൻ്റ് ആണ്, അതിൻ്റെ ഫോസിൽ കണ്ടുപിടിച്ചു. മാഡഗാസ്കർ ഇവിടെ കിടക്കുന്നു, ആഫ്രിക്ക ഇവിടെ കിടക്കുന്നു, ഇന്ത്യ അവിടെ കിടക്കുന്നു. ഈ മാഡഗാസ്കറിലും ഇതുണ്ട്, ഇന്ത്യയിലും ഇതുണ്ട്. അത് അയാൾ ഒരു ഓടായിട്ട് കണ്ടു. കാരണം സ്പീഷീസ് എപ്പോഴും ഉണ്ടാവുന്നത് ആ കോണ്ടിനെൻറ്റിൻ്റെ ഇവല്യൂഷനിൽ കൂടാണ്. ഇപ്പം നിനക്ക് ആഫ്രിക്കയിലുള്ളത് ഇന്ത്യയെ കാണില്ല. കങ്കാരു ഇന്ത്യയിലുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാട്ടിലും എല്ലാം ഉപയോഗിക്കുന്ന ബയോളജിക്കൽ തിയറി. പക്ഷെ അതിനെ തെറ്റിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവം വരിക. അപ്പോൾ അയാൾ ചോദിച്ചു, ഓക്കെ മഡഗാസ്കറിലുണ്ട്, ഇന്ത്യയിലും ഉണ്ട്, എന്നാൽ മഡഗാസ്കറിനോട് ഒട്ടിക്കിടക്കുന്ന ആഫ്രിക്കയിലുണ്ടോ എന്ന് നോക്കിക്കളയാം. ആഫ്രിക്കയിൽ ലെമൂർസ് ഇല്ല. 0 എവിഡൻസ് ഓഫ് ലെമൂർ ഫോസിൽ ടിൽ നൗ. സ്റ്റിൽ സെർച്ചിങ് ഫോർ 200 years. ഈ തിയറി തെറ്റാന്ന് പറയാൻ ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി. there was some connection between India and Madagascar. കമ്മ്യൂണിക്കേഷൻ ഓർ കണക്ഷൻ. അങ്ങനെ നോക്കി പോയപ്പോഴാണ് ഓസ്ട്രേലിയയിലും ഇത് കണ്ടുപിടിച്ചു. ഇന്ത്യയിലുണ്ട്, മാഡഗാസ്കറിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. എന്നിട്ട് ഇവർ ഓഷൻ മാപ്പ് ചെയ്യാൻ തുടങ്ങി. What is the point is there is a continent hiding under the ocean. എന്ന് പറഞ്ഞാൽ ഓഷൻ ഫ്ലോർ ഇവിടെയാണ്, ഇന്ത്യയും ഒക്കെ ഇവിടെയാണെങ്കിൽ ഒരു കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഒരു ഭാഗം കണക്ട് ചെയ്യുന്ന ഒരു സാധനം തൊട്ട് വെള്ളത്തിനടി ഇപ്പോഴും കിടപ്പുണ്ട്. നിങ്ങൾക്ക് ജിയോളജിക്കൽ ഡേറ്റ ഓഫ് ഇന്ത്യ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ആഴം കാണാം. 5 മീറ്റർ 15 മീറ്റർ വരെയൊക്കെ ഉള്ള സ്ഥലമുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സ്ഥലം ഉണ്ടായത് കൊണ്ടാണ് പണ്ട് ഇത് കണക്റ്റഡ് ഒറ്റ ലാൻഡായിരുന്നു. ഇത് വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയതാണ്. അവിടെ ഇന്ത്യൻ സൈഡിൽ എക്സ്കവേഷൻസ് കിടക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ നൗ ഇറ്റ് സ്റ്റോപ്ഡ്. യു ഡോണ്ട് നീഡ് ടു എക്സ്കവേറ്റ്. ദാറ്റ് ഈസ് ദ തിങ്. അപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ട് കിടന്നു. ലാൻഡും ആളുകളും കണക്റ്റഡ് ആയിരുന്നു. വലിയ ലാൻഡ് മാസ് ആയിരുന്നു. ഈ ലാൻഡ് മാസ് വെള്ളത്തിനടിയിൽ പോയെന്ന് തിയററ്റിക്കലി ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ഫിലിപ്പ് സ്കെയിൽറ്റർ PHILIP SCLATER ഇയാൾ കൊണ്ടുവന്ന് എഴുതി പ്രസിദ്ധീകരിച്ച് ലോകത്ത് മുഴുവൻ അടുത്ത്. എന്നിട്ട് ആ ലാൻഡിന് അയാളൊരു പേര് ഇട്ടു, ലിമൂറിയ. കാരണം ലിമൂർ എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഇതിന് ഒരു ലൈറ്റ് കൊണ്ടുവന്നത്. അങ്ങനെ അങ്ങനെയാണ് ലെമൂറിയ എന്ന് പേര് വന്നത്. ഈ ലെമൂറിയ തന്നെയാണ് കുമാരികാണ്ഡം. ഈ കുമാരികാണ്ഡം തന്നെയാണ് സുന്ദർലാൻഡ്. ഈ സുന്ദർലാൻഡ് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ഗ്രീക്ക് മിത്തോളജി പറഞ്ഞ സാധനം. അത് തന്നെയാണ് ലങ്ക എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് മെയിൻ സ്ട്രീം ആളുകൾ ഫുൾ ഒപ്പോസ് ചെയ്തു. എന്നിട്ട് ഫിലിപ്പ് സ്കെയിലർ കണ്ടുപിടിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ജർമ്മൻ ബയോളജിസ്റ്റ് വന്നു. ഹെക്കൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബയോളജിസ്റ്റ്, വെരി ഫേമസ് ജർമ്മൻ ബയോളജിസ്റ്റ് ഈസ് കോൾഡ് ഹെക്കൽ. ഹെക്കൽ വന്നിട്ട് പുള്ളി ഒരു പുസ്തകം എഴുതി അതങ്ങ് പ്രസിദ്ധീകരിച്ചു. വർഷങ്ങൾക്ക് മുന്നേ, ചിലപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സിന് മുന്നേ, ഇയാൾ പോലും അറിയാതെ ഒരു പുസ്തകം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗാർഡൻ ഓഫ് ഈഡൻ, അതായിരിക്കാമെന്ന്. ഇയാളും അതേ തെളിവുകൾ വെച്ച് കണ്ടുപിടിച്ച് എഴുതി. ദ ക്രേഡിൽ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആട്ടുതൊട്ടിൽ ഈ ലുമേറിയ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ലുമേറിയയിലെ ഫോസിലുകൾ, ലുമേറിയയിലെ ഡെപ്തും അനലൈസ് ചെയ്ത് എവറി സ്പീഷീസ്, everything you want to start life, every species in the skeleton, ആഫ്രിക്കയിലുള്ളത്, ആഫ്രിക്കയിൽ മാത്രമുള്ളത്, പോളാർ ബിയറിന് മാത്രമുള്ളത്, മറ്റേതിന് മാത്രമുള്ളത്, എവറിത്തിങ് ഈസ് ഇൻ ലുമേറിയ. എവറിത്തിങ് സ്റ്റാർട്ടഡ് ഫ്രം ലുമേറിയ എന്ന് എഴുതി വെച്ചു. പക്ഷേ മെയിൻ സ്ട്രീം ഒപ്പോസ് ദി ഐഡിയ. മെയിൻ സ്ട്രീം ഇത് ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തു. പക്ഷേ ജിയോളജിസ്റ്റുകൾ ഒരിക്കലും ഇത് വിട്ടില്ല. ലിമൂറിയ എന്ന് പറയുന്ന ഇത് ഇന്ന് ഞാൻ പറയാൻ കാരണം അന്ന്
കഴിഞ്ഞ 200 വർഷങ്ങളായിട്ട് ആരും വിട്ടുകൊടുക്കാത്ത ഒരു സത്യം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിതറിയാനും നിങ്ങളിതെത്തിക്കാനും കാരണം. സത്യം. അപ്പോൾ ജിയോളജിസ്റ്റുകാരിതിനെ പോയി കണ്ടുപിടിച്ചു. 2013 മൗറീഷ്യസ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, ഐലൻഡ് നേഷൻസ് ആണ്. ഇന്ത്യൻ ഓഷൻ്റെ ഒക്കെ അവിടെയാണ്, കുറച്ചുകൂടെ സൗത്തായിട്ട് വരും, സൗത്ത് ഈസ്റ്റ് ആയിട്ട്. അപ്പോൾ മൗറീഷ്യസിൽ അവർ വെറുതെ, ഞാൻ പിക്ക് കൊടുക്കാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, മൗറീഷ്യസിൽ അവർ ജിയോളജിസ്റ്റുകൾ ഇത് അന്വേഷിച്ച് പോയപ്പോൾ അവർ സിർക്കോൺ ക്രിസ്റ്റൽ കണ്ടുപിടിച്ചു. സിർക്കോൺ ക്രിസ്റ്റൽ എന്ന് പറയുന്ന സാധനം. ആൻഡ് വെൻ ദ ഡേറ്റഡ് ഇറ്റ് വാസ് 3 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. സിർക്കോണിയ എന്ന് പറയുമ്പം നമ്മുടെ ഡയമണ്ട്സിന്റെ കണക്ക് സാധനം. അതെ, ഡയമണ്ട്സ് അല്ലെ കോഡ്സ് അതൊക്കെ പറയുന്ന പോലെ ഒരു ക്രിസ്റ്റലാണ്, പീസോ ഇലക്ട്രിക് സാധനമാണ് സിർക്കോൺ. അത് കണ്ടുപിടിച്ചപ്പോൾ ദാറ്റ് ഈസ് ഡേറ്റഡ് ഫോർ 3 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. 3 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, മൗറീഷ്യസ് ഈസ് നോട്ട് 3 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. മനസ്സിലായോ? ഈ റൂം 1000 വർഷം പഴക്കമുള്ള റൂമാണ്, പക്ഷേ ഒരു 10,000 വർഷം പഴക്കമുള്ള ലാപ്ടോപ്പ് ഇവിടെ ഇരുന്നാൽ മനസ്സിലായോ? സംതിങ് കെയിം ഫ്രം സംവെയർ എൽസ് ആൻഡ് മൗറീഷ്യസ് ഈസ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഓഷൻ. നോബഡി ക്യാൻ ക്യാരി മൗണ്ടൻസ് ഓഫ് സിർക്കോൺ. ഇവിടെ ഇരിക്കട്ടെ, ലാപ്ടോപ്പ് അത് നമുക്ക് കൊണ്ടുവച്ച് ആരെങ്കിലും വെച്ചിട്ട് പോയെന്ന് പറയാം. മൗണ്ടൻസ് ഓഫ് സിർക്കോൺസ്. അങ്ങനെ അവര് സിർക്കോണിനെ കണ്ടുപിടിക്കാൻ നോക്കി. എന്നിട്ട് അവർ ഈ ഏൻഷ്യൻ ഫ്രാഗ്മെൻ്റ് ആയിട്ടുള്ള ലാൻഡ് എല്ലാം ഈ മൗറീഷ്യസിന് ചുറ്റുമുള്ള കടലിനടി നോക്കി. They got the evidence of a sunken island which was also 5 times bigger than Sri Lanka. അവിടുന്നാണ് സിർക്കോൺ വന്നത്. അവിടെ സിർക്കോൺ മൈനിങ് വരെ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആൻഡ് നൗ ദ ലാൻഡ് ഈസ് ഒഫീഷ്യലി കാൾഡ്, അണ്ടർ വാട്ടറിലുള്ള മൗറീഷ്യസിനടുത്തുള്ള ലാൻഡിനെ ഒഫീഷ്യൽ ജിയോളജിസ്റ്റ് വിളിക്കുന്ന പേരാണ് മൗറേഷ്യ. മൗറേഷ്യ എന്നവർ പേരുവിട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയതിനകത്ത് തമിഴ് ടെക്സ്റ്റുകൾ, രാമായണയിലെ ആസ്ട്രോണമി, ലെമൂർസിൻ്റെ ഫോസിൽ സ്റ്റോറി, ഗ്രീക്കിൻ്റെ മാപ്പ്, മൗറീഷ്യയിലെ കഥ, ഇതെല്ലാം വരുന്നത് ഓരോ പേരുകളിലാണ്. ലെമൂറിയയിൽ പേര് വരുന്നു, കുമാരികാണ്ഡത്തിൽ പേര് വരുന്നു, സുന്ദാലാൻഡിൽ പേര് വരുന്നു, മൗറീഷ്യ എന്ന് പറയുന്ന പേര് വരുന്നു, ഗ്രീക്കിൽ മറ്റേ പ്രോത്താനിസോ ആ പേര് നമ്മൾ സ്പെല്ലിംഗ് പറഞ്ഞു തന്നിരുന്നു, ആ പേര് വരുന്നു. ഇതെല്ലാം പോകുന്നത് ഒരു ലോസ്റ്റ് ലാൻഡിനെയാണ് കാണിക്കുന്നത്. മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് മാത്രമല്ല, മൾട്ടിപ്പിൾ ടൈം ലൈൻ. ഒരെണ്ണം രാമായണം ആണെങ്കിൽ ഒരെണ്ണം 2013 ആണ്, ഒരെണ്ണം തമിഴ് സംഘം ലിറ്ററേച്ചർ ആണെങ്കിൽ വേറൊരെണ്ണം ഗ്രീക്ക് ലിറ്ററേച്ചറാണ്. ഇതെല്ലാം പോയിന്റ് ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യയുടെ താഴെ സദേൺ ഇന്ത്യയിൽ കുമാരികാണ്ഡം എന്ന് പറയുന്ന നമ്മൾ ഇന്ത്യക്കാരുടെ ലിറ്ററേച്ചറിൽ എഴുതി വെച്ചേക്കുന്ന സ്ഥലം. റെസ്റ്റ് ഓഫ് ദ വേൾഡ് knows it exists, only stubborn Indians don't believe it. അവർക്ക് ഇപ്പോഴും ഇത് മിത്തോളജിയാണ്. പക്ഷേ അവർ വെസ്റ്റേൺ വേൾഡിലെ എല്ലാം വിശ്വസിക്കും. ഏഞ്ചൽസ് പറന്നു വരുന്നു, മറ്റേ ജിന്ന് വരുന്നു, ജിന്ന് വന്ന് ആണ് അവരെ ഉണ്ടാക്കിയത്, ഏഞ്ചൽസ് ആണ് വെസ്റ്റേൺ വേൾഡ് ഉണ്ടാക്കിയത്, ഇതെല്ലാം വിശ്വസിക്കും. പക്ഷേ എഴുതി വെച്ചേക്കുന്ന കണ്ണിന് മുന്നിലുള്ള തെളിവ് അവർ വിശ്വസിക്കത്തില്ല. ഐ തിങ്ക് യു വോണ്ട് ടു സേ സംതിങ് എൽസ്. വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചാണ്, ബട്ട് ഇത് പറയാതെ പോകാൻ പറ്റില്ല. മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇതറിയണം. ഇതറിയാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്നത്. സോ വാട്ട് ഗിവ്സ്? ഇതൊക്കെ എവിഡൻസുകളായിട്ട് കാണാം, അല്ലെങ്കിൽ ഇത് കേൾക്കാം. അപ്പോൾ ഇതിലൊക്കെ എന്താണ് വേണ്ടുന്നത്? അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, രാമായണത്തിൽ ഒരു ബ്രിഡ്ജിനെ പറ്റി പറയുന്നുണ്ട്, രാമസേതു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ്. അത് വളരെ മിത്തോളജിക്കലായിട്ട്, അല്ലെങ്കിൽ അതൊരു ഈ ഐതിഹ്യം അല്ലെങ്കിൽ ഒരു തള്ളായിട്ടാണ് ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത്. അവിടെ കിടപ്പുണ്ട്, പോയി ആളുകൾ കണ്ടാലും. അതാ എനിക്ക് ആൾക്കാർ ഈ സാധനത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് കഥയല്ലേ, അത് കഥയാണെന്ന് പറയുന്നവർക്ക് ഈ സാധനം അയച്ചു കൊടുക്കുക. ഇതിനകത്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ സാധനങ്ങളുടെയും ഫോട്ടോസ് സ്ക്രീനിൽ വരും.
നിങ്ങൾക്ക് പോയാൽ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് പോയാൽ കാണാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പോകാനും കാണാനും പറ്റാത്തവർക്ക് വീട്ടിൽ ഇരുന്ന് സൂചിക്കുന്നവർക്ക് ഞങ്ങളിത് ചെയ്തു തരികയാണ്. എക്സാക്ട് ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് അപ്പം ഞാൻ സ്ക്രീനിലിടും, കണ്ടോണം കേട്ടോണം. അപ്പോൾ രാമസേതു എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് രാമായണത്തിൽ പറഞ്ഞേക്കുന്നത് രാമന് ലങ്കയിലേക്ക് ഉള്ള പ്രവേശനത്തിന് വാട്ടർ ഒരു പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് ദൂരം കടന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അങ്ങനെ അവർ ബ്രിഡ്ജ് പണിയാന്നും പറഞ്ഞുകൊണ്ട് ബ്രിഡ്ജ് പണിയുവാണ്. അപ്പോൾ ആ ബ്രിഡ്ജ് അവിടെ എങ്ങനെയാണ് പണിഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ രാമസേതു എന്ന് പറയുന്ന ബ്രിഡ്ജാണ് പണിഞ്ഞേക്കുന്നത്. ഈ രാമസേതുവിന് വേറൊരു പേരും ഉണ്ട് മോഡേൺ ഡേയിൽ. ആ ബ്രിഡ്ജ് ലോകത്തിൽ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു. ദിസ് വാസ് എ ബ്രിഡ്ജ് ബിൽഡ് ബൈ ഹ്യൂമൻസ് ഓർ സം അതർ സ്പീഷീസ്. ഇന്ത്യക്കാർ മാത്രമേ ഇത് വിശ്വസിക്കാത്തേ ഉള്ളൂ, പ്രത്യേകിച്ച് കേരളയിലെ അന്തങ്ങൾ. ഞാനും വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പം വിശ്വസിക്കുന്നു കണ്ട് പഠിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ ഈ അന്തങ്ങളുടെ പ്രശ്നം എന്തോന്ന് വെച്ചാൽ നമ്മളുടെ നേതാക്കന്മാർ പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ. അപ്പം അന്തത്തിലോട്ട് പോകണ്ട, നമുക്ക് വഴി മാറിപ്പോവും. ആഡംസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പേരുണ്ട് ഇതിന്. ഇന്ത്യക്കാരൊഴിച്ച് ബാക്കി എല്ലാ ലോകക്കാരും ആഡംസ് ബ്രിഡ്ജ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ ബ്രിഡ്ജ് ബിൽഡ് ബൈ ഏൻഷ്യൻറ്റ് ഹ്യൂമൻസ് ഫ്രം ഇന്ത്യ ടു ശ്രീലങ്ക. മനസ്സിലായോ? ആഡംസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ആ പേരെങ്ങനെ വന്നു? ആ പേരെങ്ങനെ വന്നു എന്ന് പറയുന്നത് പല സ്ക്രിപ്റ്റേഴ്സിലും പല ഇതിലും ഗാർഡൻ ഓഫ് ഈഡൻ, ദ ബ്രിഡ്ജ് ഇൻ വിച്ച് ആഡം എസ്കേപ്ഡ് ദി ഗാർഡൻ to the mainland, the bridge or anything in which Manu or Adima escaped from the cradle to the mainland. മനസ്സിലായോ? യാ, ആ സ്ഥലത്തു നിന്നാണ് പോയേക്കുന്നത്. ആ ആഡംസ് ബ്രിഡ്ജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആ ആഡംസ് ബ്രിഡ്ജിനെ പറ്റി രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാമായണത്തിൽ പറഞ്ഞ് ശരിയാണോ നോക്കാൻ പോയപ്പോഴാണ് ഈ ബ്രിഡ്ജ് കണ്ടത്. ഓക്കെ, ആ ബ്രിഡ്ജ് നിങ്ങൾ നാച്ചുറൽ ഫോർമേഷൻ ആണെന്നോ എന്തൊക്കെയാണെന്നോ പറയുന്നവർ പറഞ്ഞോട്ടെ, പടങ്ങളും കാര്യങ്ങളും നിങ്ങൾ കണ്ടോളൂ. ആ ബ്രിഡ്ജിനെ പറ്റി സാറ്റലൈറ്റ് ഇമേജസ് പഠിക്കാൻ നോക്കി. ഇന്ത്യൻ ആളുകളാണ് പഠിക്കാൻ നോക്കിയത്. സാറ്റലൈറ്റ് ഇമേജ് പഠിക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ദിസ് ഈസ് നോട്ട് എ നാച്ചുറൽ ഫോർമേഷൻ, ദിസ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ മെഷറബിൾ എൻജിനീയർഡ് സ്ട്രക്ചർ. പണിഞ്ഞു വെച്ചേക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് ലോകരാജ്യങ്ങൾ മുഴുവൻ പഠിക്കാൻ ഇപ്പം നിങ്ങൾ നാളെ ചുമ്മാ രാമസേതുവിൽ കാണാൻ പോയാലും യു വിൽ ഫൈൻഡ് എ ഫിനിഷ് സയൻറ്റിസ്റ്റ് ഓർ എ സയൻറ്റിസ്റ്റ് ഗ്രൂപ്പ് സ്റ്റഡിങ് ആൻഡ് ടേക്കിംഗ് സാമ്പിൾസ്. ലോകം മുഴുവൻ ഇത് പഠിക്കാൻ വരുക. നമ്മൾ ഇന്ത്യക്കാർ പോകത്തില്ല. കാരണം നമ്മൾ വെസ്റ്റേൺ കൾച്ചറാണ്. വെസ്റ്റേൺ കൾച്ചറല്ല എവിടെ യോഗയും പാടി പ്രാണായാമവും ചെയ്ത് രാമസേതുവിലും വന്നിരിക്കുക. നമ്മൾ സ്റ്റാർബക്സും ഹേ ഗോ ഗേയുമാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇത് എവിടെയാണ് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു തരാം. വാൽമീകി രാമായണത്തിൽ യുദ്ധകാന്ഡം എന്ന് പറഞ്ഞത് ചാപ്റ്റർ ഓഫ് യുദ്ധയിൽ ചാപ്റ്റർ 22 through 23 അതിനകത്ത് വാൽമീകി രാമായണത്തിൽ പറഞ്ഞേക്കുന്നതാണ് ശതയോജന വിസ്താരം ദശയോജന മയം തഥാ എന്ന് പറഞ്ഞാൽ വിസ്താരം എന്ന് പറയുന്നത് ശതയോജന, മയം എന്ന് പറയുന്നത് ദശയോജന. ശതയോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണക്കിൽ ശതം എന്ന് പറഞ്ഞാൽ ശതയോജന, വിസ്താരം എന്ന് പറഞ്ഞാൽ 100 ഈസ് ദി സർഫസ് അല്ല 100 ഈസ് ദി ലെങ്ത്. ദശയോജന മയം എന്ന് പറഞ്ഞാൽ 10 ഈസ് ദ വിഡ്ത്ത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇഫ് ലെങ്ത് ഈസ് 100 ദ വിഡ്ത്ത് ഈസ് 10, so the length to width ratio is 100:10, that is 10:1. 10:1 ആ ബ്രിഡ്ജ് പണിഞ്ഞത്. എന്തിനാണ്? ആർമിക്കും വെപ്പൺസിനും എല്ലാം പോകണ്ടേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു പടം വരും. നമ്മൾ ആ ബ്രിഡ്ജ് മാപ്പ് ചെയ്തു. ബ്രിഡ്ജ് മാപ്പ് ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ സാറ്റലൈറ്റ്, ഇന്ത്യയുടെയും നാസയുടെയും സാറ്റലൈറ്റ് ഇമേജസ് നിങ്ങൾക്ക് ഇന്ന് എടുത്താൽ കാണാം. ഈവൻ ഗൂഗിൾ മാപ്സ് എടുത്താലും മതി. ഗൂഗിൾ എർത്തിൽ മാപ്സ് എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 35 കിലോമീറ്റേഴ്സ് ആണ് ആ ബ്രിഡ്ജിൻ്റെ നീളം. ഫ്രം ദി എൻഡ് ഓഫ് ഇന്ത്യ ടു സ്റ്റാർട്ട് ഓഫ് ശ്രീലങ്ക. വിഡ്ത്ത് 3.5. വിഡ്ത്ത് ഈസ് എക്സാക്ട്ലി 3.5 കിലോമീറ്റർ. എക്സാക്ട്ലി, നോട്ട് എ പോയിന്റ്.
ആവറേജ് എടുക്കേണ്ട കാര്യം പോലും ഇല്ല, കാരണം പണിഞ്ഞു വെച്ചേക്കുന്ന സാധനമല്ലേ, ജസ്റ്റ് ഒരനക്കേ ഉള്ളൂ. മറ്റേ ഇങ്ങനെയൊന്നും കിടക്കു പോലും അല്ല. 10:1 പെർഫെക്റ്റ് റേഷ്യോ ഇൻ രാമായണ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ദ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വെന്റ് ഓൾ ഇൻ. പടക്കപ്പലും കണ്ടിയും ചൂക്കിയും എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി സാധനം ഡ്രില്ല് ചെയ്ത് പഠിച്ച്, ആ സാധനത്തിൻ്റെ എല്ലാം പിക്ക് വരും, ഡ്രില്ല് ചെയ്ത് പഠിച്ച് അവസാനം അവർ കണ്ടുപിടിച്ചത് ദിസ് ഈസ് എ വണ്ടർഫുൾ മാർവലസ് സ്ട്രക്ചർ, ലേയേർഡായിട്ട് വെച്ചേക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ അവരത് പഠിച്ചപ്പോൾ ഇതിൻ്റെ അടിയിൽ വുഡ്, കോറൽ, സ്റ്റോൺ അത് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചേക്കുകയാണ്. ഈ 35 കിലോമീറ്റേഴ്സും മനസ്സിലായോ? സ്റ്റോൺ, കോറൽ, വുഡ് വെച്ച് പണിഞ്ഞ് വെക്കുക സീബിഡിൻ്റെ അടിയിൽ ഫോർ 35 കിലോമീറ്റർ ലോങ് ആൻഡ് 3.5 കിലോമീറ്റേഴ്സ് വൈഡ്. ആൻഡ് ദിസ് വാസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇന്ന് നമുക്ക് വുഡും കല്ലും കോറൽസും എന്ന് പറഞ്ഞാൽ അന്ന് നാച്ചുറലായിട്ടുള്ള സാധനം വരെ ഇംബെഡ് ചെയ്തേക്കുന്നു ഇത് ഒട്ടിപ്പിടിക്കാൻ. അവരുടെ ടെക്നോളജി ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ നിന്ന് പല രഹസ്യങ്ങളും വെളിയിലും വിട്ടിട്ടില്ല. നമുക്കിപ്പോൾ പോയി അത് നോക്കാൻ പറ്റത്തില്ല. സർക്കാർ ഡീറ്റെയിൽസ് വെളിവിട്ടു, ഇതിങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വി അക്നോളജ്, ബട്ട് യു ആർ നോട്ട് അലൗഡ് ടു ഗോ ബിക്കോസ് ദർ ആർ സം സീക്രട്സ്. അങ്ങനെ ലെയേർഡ് സ്ട്രക്ചേഴ്സ് വെച്ചു. എന്നിട്ട് അതൊരു സിവിൽ എഞ്ചിനീയറിംഗ് മാർവലായിരുന്നു എന്നാണ് നമ്മളുടെ ആരാണെന്ന് പറഞ്ഞത്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആ പേപ്പറിനകത്ത് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ രാമായണത്തിൽ ഇതേ കാണ്ഡത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് പണിഞ്ഞ ആരാന്നറിയാവോ? പണിഞ്ഞത് നള എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു. ആൻഡ് ഹൂ ഈസ് നള? ഈസ് ദ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എഞ്ചിനീയർ ഇൻ ഭാരത് കോൾഡ് വിശ്വകർമ്മ. വിശ്വകർമ്മയാണ് നമ്മളുടെ രാമന് ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അത് വേറെ എപ്പിസോഡിൽ യെസ്, അത് വേറെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡ് യു ഗൈസ് ഷുഡന്റ് മിസ്. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. അപ്പോൾ വിശ്വകർമ്മയുടെ മകനാണ് ഈ നളയാണ് ഈ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ഏറ്റെടുത്തു. പ്രോജക്റ്റിന് കല്ല് കൊണ്ടുവരുന്നു, മണ്ണ് കൊണ്ടുവരുന്നു, ആളുകളെ കൊണ്ടുവരുന്നു, കയറുണ്ടാക്കുന്നു, ഇതെല്ലാം എഴുതി വെച്ചേക്കുവാടേ. ഈവൻ ദി അസംബ്ലി ഓഫ് സപ്ലൈസ് ആൻഡ് റോ മെറ്റീരിയൽസ് ആർ റിട്ടൺ ഡൗൺ. അപ്പോൾ ഇതെല്ലാം എഴുതി വെച്ച് ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഇതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യന് ചുറ്റുമൊക്കെ നോക്കാൻ തുടങ്ങിയപ്പം തമിഴ്നാടിൻ്റെ കോസ്റ്റിൽ ഒരു പുമാഹാർ എന്ന് പറയുന്ന ഒരു സബ്മേർജ്ഡ് സിറ്റിയാണ്. പണ്ട് കാലങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ആ സിറ്റി ഇല്ല. സിറ്റിയിൽ ഡൈവേഴ്സിനെ സർക്കാർ വിട്ടു നോക്കിയപ്പം അണ്ടർഗ്രൗണ്ടിൽ സ്റ്റോൺ ബ്ലോക്സ്, പ്ലാറ്റ്ഫോമുകൾ, സ്റ്റെപ്പുകൾ, കുളങ്ങൾ, വെല്ലുകൾ ഇതെല്ലാം പണിഞ്ഞിട്ടേക്കുക. അവസാനം ഇത് കാർബൺ ഡേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു 100% ഷുവർ, ഇത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് പറയുന്നത്, 100% ഷുവർ ദാറ്റ് ദിസ് വാസ് ബിൽറ്റ് ബിഫോർ ദ ലാസ്റ്റ് ഐസ് ഏജ്, ബിഫോർ 12,900 BC. ആ ഐസ് ഏജിന് മുന്നെയാണ് ഉണ്ടാക്കിയത്, ഡേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 10,000 to 20,000 years ago. Modern structures, wells, steps, everything. ഗൈസ്, അത്രയും നാൾ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ സൊഫിസ്റ്റിക്കേഷൻ. അതെ, അതാണ് നിങ്ങൾ അത്രയും നാൾ മുന്നേ മനുഷ്യരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട. കാർബൺ ഡേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ വീട് പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ഷേപ്പ് മാറും. വെറുതെ ഇരുന്ന 500 കൊല്ലം 1000 കൊല്ലം കഴിയുമ്പോൾ വീട് പൊടിയാവും. സത്യം. ഇത് 10-20,000 വർഷമായിട്ട് വെള്ളത്തിനടി കിടന്നിട്ട് ആ ഷേപ്പ് അതുപോലെ നിൽക്കുക. എഞ്ചിനീയറിംഗ് സൊഫിസ്റ്റിക്കേഷൻ. യെസ്. അപ്പോൾ അതാണ് പറയുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചു. അതും ഡേറ്റ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഏകദേശം ഈ സമയം തന്നെ വന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ഇവർക്ക് എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു ദിസ് ഗൈസ്. ഇതിനകത്ത് നീലേഷ് ഓക്കിൻ്റെ റെഫറൻസ് ആണ് ഞാൻ പറയുന്നത്. വാട്ട് ഹി ബിലീവ്സ് വിത്ത് സയൻസ് ഈസ് ലൈക്ക്, എല്ലാം ഡേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇറ്റ് ഇസ് ദ എൻഡ് ഓഫ് ഐസ് ഏജ്. ഐസ് ഏജിൻ്റെ എൻഡാണ്. വാട്ട് ഡു യു മീൻ ബൈ ദി എൻഡിങ് ഓഫ് ഐസ് ഏജ്? ഐസാണ് ഫുള്ള്, ലോകം മുഴുവൻ ഐസാണ്. കുറേ രാജ്യങ്ങൾ, കുറേ ഇതുകൾ എല്ലാം ജീവിക്കുന്നു. ബാക്കി കൂടുതലും പോൾസിൻ്റെ അവിടെയും എല്ലാം ഐസാണ്.
അപ്പോൾ ഐസ് ഏജ് എൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐസ് ഏജ് ആണ്. ഐസ് ഏജ് എൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം കൂടുക, ഐസ് മെൽറ്റായി മാറുക. വാട്ട് ഹാപ്പൻസ് ഇഫ് ഹാഫ് ഓഫ് ദ ഐസ് ഇൻ ദ വേൾഡ് മെൽറ്റ്സ് റാപ്പിഡ്ലി? എല്ലാ കോണ്ടിനെന്റ്സും മുങ്ങും. മിക്ക കോണ്ടിനെന്റ്സും മുങ്ങും. യെസ്, അതാണ് സംഭവിച്ചത്. ദ്വാരക ഐസ് ഏജിന് ഒരുപാട് എവിഡൻസ് ഉണ്ടല്ലോ. ഉറപ്പായിട്ടും ഉണ്ട്. ഐസ് യങ്ങർ ഡ്രയസ്, YOUNGERDRAYASS, യങ്ങർ ഡ്രയസ് എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളത് എന്താന്ന് പഠിക്കുക. കാരണം ഞാനും ഇവനും കൂടി ഇരുന്ന് ഫ്ലഡ് മിത്തുകളുടെ എണ്ണം എടുത്ത് നിങ്ങളുടെ മുന്നിൽ പറയാൻ. എത്ര ഉണ്ടെന്ന് അറിയാവോ? റെക്കോർഡിക്കലി 450 മുകളിൽ. 450+ ഫ്ലഡ് മിത്സ് ഇൻ ദ വേൾഡ്. അത് രാജേഷ് പറയുന്ന ഒരു മിത്ത്, രാമൻ പറയുന്ന വേറെ മിത്ത്, സുഗുണം പറയുന്ന മിത്ത്, അങ്ങനെയല്ല. ഇന്ത്യയിൽ 2 ഫ്ലഡ് മിത്തുകളുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി 450 ഫ്ലഡ് മിത്തും ഓരോരോ കൾച്ചറിലും ഓരോരോ അബോർജിൻസും പറയുന്നതാണ്. എല്ലാ കൾച്ചറിലും ഫ്ലഡ് മിത്ത് ഇല്ലാത്ത ഒരു കൾച്ചർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് കാണാം. പാടായിരിക്കും. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്യണേ? നെക്സ്റ്റ് എപ്പിസോഡിൽ അതിപ്പോൾ പറയണ്ട. ഐ വാണ്ട് ടു കീപ് പീപ്പിൾ വെയിറ്റിംഗ്. നൈസ് എപ്പിസോഡ് ആയിരിക്കും. വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് സം വെപ്പൺസ് ടെക്നോളജീസ്, ഏൻഷ്യൻ തിങ്സ് യൂസ്ഡ് ഇൻ മഹാഭാരത. അതുപോലെ തന്നെ ഖുറാനിൽ പറഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളുടെ വെപ്പൺസും ടെക്നോളജികളും നമ്മൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. ഗോഡ് പായ്ക്കപ്പലിൽ വന്നു, അലാദീൻ ഷീറ്റിട്ട് പറന്നു പോന്നു. ഐ ആം ഗോണ ഡീകോഡ് വാട്ട് ദോസ് ആർ. സോ ഗൈസ്, hope you guys like it, hope we are wrong. Yeah, hope we are wrong and hope you guys like it. And എപ്പോഴും പറയുന്ന പോലെ do your own research. സത്യം, do your own research. 3 here, talk to you guys later. Bye guys.